ഞങ്ങൾ ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായിട്ടില്ല. സംസാരിച്ചു ഞങ്ങൾ മുഖ്യമന്ത്രിയായിട്ട്. ആ സംസാരം വളരെ കോടികളായിരുന്നു. പക്ഷേ വിഷയങ്ങളുടെ പരിഹാരം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. ഞങ്ങൾ അതുകൊണ്ട് അടുത്ത ഘട്ടം ഇന്നലെ അറിയിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലീഡർഷിപ്പുണ്ട്, ഇവിടെയുണ്ട്, ഡൽഹിയിലുമുണ്ട്. ആവശ്യപ്പെട്ട എല്ലാ ആലോചനയ്ക്ക് ശേഷം യഥാസമയത്ത് എല്ലാം അറിയിക്കും. യഥാസമയത്ത് തീരുമാനം കൈക്കൊള്ളാൻ CPIക്ക് അവകാശമുണ്ട്. PM ശ്രീയിൽ കടുത്ത നിലപാടുമായി CPI. മറ്റന്നാൾ നടത്താനിരിക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് CPIയുടെ 4 മന്ത്രിമാരും വിട്ടുനിൽക്കുകയാണ്. ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കൂടിക്കാഴ്ച നടത്തിയെങ്കിലും സമവായം കണ്ടെത്താനായില്ല. വരാനിരിക്കുന്ന ഇടതുമുന്നണി യോഗത്തിൽ PM ശ്രീ ചർച്ച ചെയ്യാമെന്നും കൂടിക്കാഴ്ചയിൽ ധാരണയായിട്ടുണ്ട്. അതേസമയം പ്രശ്നങ്ങൾ ബാക്കി നിൽക്കുകയാണെന്നും നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല എന്നുമാണ് ബിനോയ് വിശ്വവും D രാജയും ഒരേപോലെ ചൂണ്ടിക്കാണിക്കുന്നത്. അഭൂതപൂർവമായ ഒരു പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനത്തെ ഭരണമുന്നണി കടക്കുമ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നു. എന്നോടൊപ്പം ശ്രീ KS അരുൺകുമാർ CPM, ശ്രീ CR ജോസ് പ്രകാശ് CPI, ശ്രീ രാജു P നായർ കോൺഗ്രസ്, ശ്രീ ജിതിൻ ദേവ് BJP, ശ്രീ M ജയചന്ദ്രൻ ഇടത് സഹയാത്രികൻ എന്നിവർ. ആദ്യം ശ്രീ ജോസ് പ്രകാശ്, ഒരു ചാട്ടത്തിന് അങ്ങോട്ട് ചാടിയാൽ തിരിച്ച് അതേ വാശിക്ക് തിരിച്ചു ചാടാൻ കഴിയുമോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇവിടെ ഇപ്പോൾ മന്ത്രിസഭ ബഹിഷ്കരിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. നിശ്ചയമായും CPIക്ക് ഇക്കാര്യത്തിൽ എതിരഭിപ്രായമുണ്ട്. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഇനീഷ്യേറ്റീവിൽ മുഖ്യമന്ത്രി അങ്ങോട്ട് CPI സംസ്ഥാന സെക്രട്ടറിയെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുമ്പോഴെങ്കിലും അവിടെ ഒരു സമവായം ഉണ്ടാവേണ്ടതല്ലേ? സമവായം ഉണ്ടാകേണ്ടതാണ്. പക്ഷേ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാകണമല്ലോ. ഒരുമിച്ച് കാണുക, സംസാരിക്കുക, അതൊക്കെ നല്ല കാര്യമാണ്. ആ ചർച്ച തുടരേണ്ടത് ആവശ്യമാണ്. അതിലൊന്നും ഞങ്ങൾക്ക് തർക്കമില്ല. പക്ഷേ ഇവിടെ സംഭവിച്ചത് ഈ പദ്ധതിയുടെ അപകടങ്ങളെക്കുറിച്ച് CPIക്കോ CPMനോ അവരുടെ സംസ്ഥാന നേതൃത്വങ്ങൾക്കോ ദേശീയ നേതൃത്വങ്ങൾക്കോ ഒരു തർക്കവുമില്ല. മുഖ്യമന്ത്രി ഉൾപ്പെടെ, ധനകാര്യമന്ത്രി ഉൾപ്പെടെ, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഉൾപ്പെടെ, SFI ഉൾപ്പെടെ, KST ഉൾപ്പെടെ, CPMൻ്റെ പാർട്ടി, അവരുടെ ബഹുജന സംഘടനകൾ, CPIയുടെ സംഘടനകൾ, അങ്ങനെ കേരളത്തിലെ പൊതുസമൂഹമാകെ ഇങ്ങനെ ഒരു പദ്ധതിയിൽ ഒപ്പിടും എന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. മുഖ്യമന്ത്രി പരസ്യമായി ഇതിനെ തള്ളി പറഞ്ഞിരുന്നു. CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരുന്നത് ഇന്നലെയും ഇന്നും നാളെയും ഞങ്ങൾ ഈ പദ്ധതിക്ക് അതിൻ്റെ നിബന്ധനകൾക്ക് എതിരായിരിക്കുമെന്നാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു തീരുമാനവുമായി സംസ്ഥാന സർക്കാർ വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോകുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. അല്ല, പക്ഷെ അത് സംഭവിച്ചു. ധാരണാപത്രം ഒപ്പുവെച്ചു. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പും കേന്ദ്ര എഡ്യൂക്കേഷൻ മിനിസ്ട്രിയും തമ്മിൽ ധാരണാപത്രം ഒപ്പുവെച്ചു. ആ ധാരണാപത്രത്തിൽ തന്നെ വ്യക്തമാവുന്ന ഒരു കാര്യം, അത് റദ്ദാക്കാനുള്ള അവകാശം കേന്ദ്ര സർക്കാരിനോ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനോ മാത്രമേ ഉള്ളൂ. സംസ്ഥാന സർക്കാരിന് ആ ധാരണാപത്രം റദ്ദാക്കാനോ അതിൽ നിന്ന് പിൻവാങ്ങാനോ ഉള്ള ഓപ്ഷൻ ഇല്ല എന്നിരിക്കെ ആ ധാരണാപത്രം റദ്ദാക്കണം എന്ന ആവശ്യം CPI ഉന്നയിച്ചാൽ അതെങ്ങനെ പ്രായോഗികമാകും? അത് പ്രായോഗികമാക്കാൻ കഴിയും. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. എന്നാൽ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചു, കാര്യങ്ങൾ മനസ്സിലാക്കി, അല്ലെങ്കിൽ പ്രത്യേകമായ ഒരു സാഹചര്യത്തിൽ ഇതുമായി തൽക്കാലം ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ഒരു നിലപാട് കേരള ഗവൺമെൻറ് എടുക്കുകയും കേന്ദ്ര ഗവൺമെൻറ്റിനെ അത് അറിയിക്കുകയും ചെയ്താൽ സ്വാഭാവികമായും ഈ പദ്ധതിയുമായി കേരള സർക്കാർ മുന്നോട്ട് പോകില്ല എന്നുള്ള ഒരു ധാരണയിൽ ഈ ഒരു കണ്ടീഷനകത്ത് നിന്നുകൊണ്ട് തന്നെ അവർക്ക് തീരുമാനമെടുക്കാൻ കഴിയും എന്നാണ് ഞാൻ കരുതുന്നത്. എന്തുകൊണ്ടാണ്? ഈ പദ്ധതിയുടെ 60% കേന്ദ്ര സർക്കാരാണെങ്കിൽ 40% വഹിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. അപ്പോൾ സംസ്ഥാന സർക്കാർ 40% തുക കണ്ടെത്തണം. അത് കണ്ടെത്തുവാൻ നിലവിലുള്ള സാഹചര്യത്തിൽ കേരളത്തിലെ സർക്കാരിന് കഴിയുന്നില്ല. അതുകൊണ്ട് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ഒരു നിലപാട് കേരളം കൈക്കൊള്ളുകയും അത് കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിലവിലുള്ള സാഹചര്യത്തിൽ അവരുടെ അധികാര പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിന് അല്ലെങ്കിൽ ഈ തീരുമാനം റദ്ദാക്കാനോ നിർത്തിവെക്കാനോ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശരി, ശ്രീ KS അരുൺകുമാർ, നോക്കൂ, മുഖ്യമന്ത്രി നേരിട്ട് ചർച്ച നടത്തിയിട്ടും CPI അയഞ്ഞില്ല. ഓൺ റെക്കോർഡ് വളരെ കൃത്യമായി ബിനോയ് വിശ്വം CPI സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു, ഞങ്ങൾ ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ പ്രശ്നം ഒരു ഇഞ്ച് പോലും മുന്നോട്ട് നീങ്ങിയിട്ടില്ല. മന്ത്രിസഭാ യോഗത്തിൽ രണ്ടാമത്തെ ഘടകകക്ഷിയുടെ 4 മന്ത്രിമാരും പങ്കെടുക്കാതിരിക്കുകയാണ്. ഇതെന്ത് സർക്കാർ എന്ന് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ചോദിച്ചിരുന്നു കഴിഞ്ഞ ദിവസം. കൂട്ടുത്തരവാദിത്തം നഷ്ടപ്പെട്ട ഒരു സർക്കാരാണോ ഇപ്പോൾ കേരളം ഭരിക്കുന്നത്?
ഇവിടെ LDF-ൽ പ്രധാനമായിട്ടും 10 കക്ഷികളുണ്ട്. CPI LDF-ലെ ഒരു പ്രബലമായിട്ടുള്ള കക്ഷി തന്നെയാണ്. ഈ 10 കക്ഷികൾക്കും ഓരോ വിഷയത്തിലും അവരുടേതായിട്ടുള്ള അഭിപ്രായം ഉണ്ടാവും. ആ അഭിപ്രായം രേഖപ്പെടുത്താൻ എല്ലാ തരത്തിലുള്ള അധികാരം ആ കക്ഷികൾക്കെല്ലാം ഉണ്ട്. പക്ഷേ LDF എന്ന രൂപത്തിൽ വളരെ കെട്ടുറപ്പോടെ ഒറ്റക്കെട്ടായിട്ട് ഓരോ വിഷയങ്ങളും ശരിയായ നിലപാടെടുത്തിട്ട് തന്നെയാണ് LDF പോകുന്നത്. ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും CPIയുടെ സംസ്ഥാന സെക്രട്ടറിയും സംസാരിച്ചു. അതിനുശേഷം പുറത്തു വന്നപ്പോൾ സംസ്ഥാന സെക്രട്ടറി സംസാരത്തെക്കുറിച്ചും പറയുകയുണ്ടായി. ഏതെങ്കിലും തരത്തിൽ മന്ത്രിസഭാ യോഗം ബഹിഷ്കരിക്കുമെന്നോ, ഇവിടെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുപോലെ LDF-ൽ പൊട്ടിത്തെറിയെന്നോ, അതുപോലെ തന്നെ മന്ത്രിമാരെ പിൻവലിക്കുമെന്നോ, വളരെ സംഘർഷാവസ്ഥ ഉടലെടുത്തിരിക്കുന്നു എന്നൊക്കെ ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കുന്ന ചില ചാനലുകളെ കണ്ടു. ഇത്തരത്തിൽ സാഹചര്യങ്ങളൊന്നുമില്ല. ഏത് വിഷയത്തെയും വളരെ തന്മയത്തോടെ ശരിയായ നിലപാടെടുത്ത് അത് കൈകാര്യം ചെയ്യാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിയും. അതിന് നേതൃത്വം കൊടുക്കുന്ന CPM-നും CPI-ക്കും എല്ലാം കഴിയുമെന്നതിൽ യാതൊരു സംശയമില്ല. ഇപ്പോഴും ചർച്ചയ്ക്ക് പൂർത്തീകരിച്ചതിന് ശേഷം ചില വിഷയങ്ങളിൽ സംശയം നിലനിൽക്കുന്നു. ശേഷം CPI പരസ്യ നിലപാടെടുത്തു. അതിനുശേഷമോ വിദ്യാഭ്യാസ മന്ത്രി MN സ്മാരകത്തിലെത്തി CPI സംസ്ഥാന സെക്രട്ടറിയുമായി ചർച്ച നടത്തി. അതിനുശേഷം സംസ്ഥാന മുഖ്യമന്ത്രി ആലപ്പുഴയിൽ നേരിട്ട് CPI സംസ്ഥാന സെക്രട്ടറിയുമായി ചർച്ച നടത്തി. CPI സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളുടെ മുമ്പിലാണ് പറഞ്ഞത്, ഞങ്ങൾ ഉന്നയിച്ച വിഷയം പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്ന്. വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയും CPI-യോട് അങ്ങോട്ട് ചെന്ന് ചർച്ച നടത്തിയിട്ടും ഈ കാര്യത്തിൽ ഒരു ഇഞ്ച് മുന്നോട്ട് പോക്കില്ല. അല്ല, അത് അങ്ങോട്ട് പോയി ചർച്ച നടത്തി ഇങ്ങോട്ട് പോയി ചർച്ച നടത്തി അതൊന്നും ഒരു പ്രശസ്തിയില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊക്കെ ഒറ്റ കൊടിക്കീഴിൽ ഒറ്റ മുന്നണിയായിട്ട് നിൽക്കുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് എന്തുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാനും വിഷയങ്ങൾ അത് പരിഹരിക്കാനും ഒക്കെ കഴിയും. ഇതിനു മുമ്പും പല പ്രശ്നങ്ങൾ ഉടലെടുത്തിട്ടും പല അഭിപ്രായത്തിൽ ഇതൊക്കെ വ്യത്യസ്ത പാർട്ടികളാണല്ലോ. അതുകൊണ്ടാണല്ലോ വ്യത്യസ്ത പാർട്ടി എന്ന രൂപത്തിൽ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഒറ്റ പാർട്ടിയായിട്ട് ലയിച്ചാൽ പോരെ. അപ്പൊ അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പരിഹരിച്ച് ചർച്ച ചെയ്ത് വീണ്ടും പരിഹരിച്ച് ഏതെങ്കിലും മേഖലകളിൽ കൂടുതൽ വിശദീകരണം വേണമെങ്കിൽ അത് വിശദീകരണം കൊടുത്ത് പരിഹരിക്കുന്നതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പൊ ഇവിടെ പ്രചരിപ്പിക്കുന്നത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ 2 കൈ നീട്ടി അങ്ങ് സ്വീകരിച്ചു എന്ന രൂപത്തിലാണ്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ ഞങ്ങൾ എതിർക്കുന്നു, അതിന്റെ കുറവുകൾ ചൂണ്ടിക്കാണിച്ചു. വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് സ്റ്റേറ്റ് സിലബസുകളെ വരെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം, ആ ശ്രമത്തെ ഒരു കാരണവശാലും നമ്മൾ സ്വീകരിക്കില്ല. ഇപ്പോൾ കൃത്യമായി ഈ ഒപ്പിട്ട കരാറിൽ തന്നെ 432 പ്രകാരം പറഞ്ഞിട്ടുണ്ട്, സ്റ്റേറ്റ് സിലബസ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് തന്നെയാണ്. ഒരിക്കലും NCERT അല്ല, SCERT തന്നെയാണ്. ഏതെങ്കിലും തരത്തിൽ ഈ കേരളത്തിലെ സ്കൂളുകളുടെ കൺട്രോൾ കേന്ദ്ര ഗവൺമെന്റിന് പോകുന്ന സാഹചര്യമൊന്നുമില്ല. ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. എന്തുകൊണ്ട് ഇത് ഒപ്പിടേണ്ടി വന്നു? 4 വർഷം കാത്തിരുന്നു, വലിയ സമരങ്ങൾ നടത്തി, പ്രതിഷേധം നടത്തി, അതുപോലെ പരമാവധി ഇതിനെ ചെറുക്കാനുള്ള ശ്രമം നടത്തി. എന്നിട്ടും നമുക്ക് ഇതിൽ ഒപ്പിടേണ്ടി വന്നത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിലല്ല ഒപ്പിട്ടത്, PM ശ്രീ പദ്ധതിയിലാണ്. അത് ഒപ്പിടുമ്പോൾ നമുക്കറിയാം 153 ബ്ലോക്ക് പഞ്ചായത്ത് ഈ തെരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിൽ NEP നടപ്പാക്കുമെന്നുള്ളതാണല്ലോ. അല്ലെങ്കിൽ NEP അധിഷ്ഠിതമായിട്ടായിരിക്കും അവിടുത്തെ പാഠ്യേതര പ്രവർത്തനങ്ങൾ എന്നുള്ളത് കൃത്യമാണ് എന്നിരിക്കെ ഞങ്ങൾ NEP നടപ്പാക്കുന്നില്ല, PM ശ്രീ മാത്രമാണ് നടപ്പാക്കുന്നത് എന്ന് പറഞ്ഞാൽ എത്രമാത്രം ശരിയാവും എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. എന്തുകൊണ്ടാണ് ഇത്രയും കാലം അപ്പോൾ PM ശ്രീ എതിർത്തിരുന്നത്? NEP നടപ്പാക്കേണ്ടി വരുമെന്നുള്ളതുകൊണ്ടാണ് PM ശ്രീയെ എതിർത്തിരുന്നത്. CPIM-ന്റെ ഔദ്യോഗിക മാഗസിനുകൾ പീപ്പിൾസ് ഡെമോക്രസി മുതൽ ദേശാഭിമാനി വരെ ഈ കാര്യം പ്രസ്താവിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള ലേഖനങ്ങൾ, പാർട്ടിയുടെ നിലപാടുകൾ, വർഗ ബഹുജന സംഘടനകളുടെ നിലപാടുകൾ, ഇതൊക്കെ പബ്ലിക് ഡൊമൈനിൽ നിൽക്കുകയല്ലേ ശ്രീ അരുൺകുമാർ? ഇപ്പോഴാണോ നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ NEP വേണ്ടിവരില്ല, PM ശ്രീ മാത്രമായിട്ട് നടപ്പാക്കാൻ പറ്റുമെന്നൊക്കെ തോന്നിയത്? ഇത്രയും കാലം ഇതല്ലല്ലോ പറഞ്ഞത്. അല്ല മിസ്റ്റർ അഭിലാഷ് മോഹൻ, ഒരു കാര്യം താങ്കൾ ശ്രദ്ധിക്കണം. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും ഇതേപോലുള്ള പദ്ധതിയായിരുന്നല്ലോ PM ഉഷ പദ്ധതി. ഈ PM ഉഷ പദ്ധതി നടപ്പാക്കുമ്പോഴും ഇതേപോലെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയാണ് നടപ്പാക്കേണ്ടത് എന്നതല്ലേ പ്രചരിപ്പിക്കപ്പെട്ടത്? എന്നതായിരുന്നില്ലേ ആദ്യത്തെ കണ്ടീഷൻ? എന്താണ് PM ഉഷ പദ്ധതി കേരളത്തിൽ നടപ്പാക്കിയിട്ട് ഏതെങ്കിലും തരത്തിൽ സിലബസ് പരിഷ്കരണം ഉണ്ടായോ? കേന്ദ്ര ഗവൺമെന്റ് നിഷ്കർഷിച്ച ഏതെങ്കിലും പാഠ്യപദ്ധതി ആ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടുത്തിയോ? അവർ 9 പാഠ്യപദ്ധതി അച്ചടിച്ച് തന്നല്ലോ. അച്ചടിച്ച് തന്നപ്പോൾ നമ്മളൊരു ഉന്നതാധികാര സമിതി ഉണ്ടാക്കി ഇത് പഠിക്കട്ടെ എന്ന് പറഞ്ഞ് പോയതല്ലാതെ 4 വർഷ ഡിഗ്രി പഠനം ആരംഭിച്ചു എന്നല്ലാതെ കേന്ദ്ര ഗവൺമെന്റ് നിഷ്കർഷിച്ച ഒരു പദ്ധതിയും NPA-യുടെ ഭാഗമായി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ടുള്ള ഒരു നിർദ്ദേശവും ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കിയില്ല. നടപ്പാക്കാതെ അന്തസ്സോടെ അതിനെ ചെറുത്ത് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞു.
ഇവിടെയും മറ്റു പല നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഉണ്ടല്ലോ. ഇപ്പൊ വടക്കേ ഇന്ത്യയിൽ അടുത്ത കാലത്ത് വന്ന സിലബസിലെ മാറ്റമൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. മുഗൾ വിദ്യാഭ്യാസത്തിന്റെ ചരിത്രമായാലും മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്ന കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ടായാലും വന്ന നിരവധി മാറ്റങ്ങൾ വടക്കേ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ ഉണ്ടായി എന്നല്ലാതെ അതുകൊണ്ട് തന്നെ ഇതിലെല്ലാം ഒറ്റ മിനിറ്റ് ഇതുകൊണ്ടെല്ലാം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഇതിലെല്ലാം കൃത്യമായിട്ടുള്ള ധാരണ കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പിനുണ്ട്. അത് ചിലർക്ക് മനസ്സിലായി, ചിലർക്ക് ഇച്ചിരി വൈകിയേ മനസ്സിലാകൂ. അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് എന്താണ് ഗവൺമെന്റ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഗവൺമെന്റ് ഇതിൽ ഒപ്പിടാൻ വേണ്ടി വന്ന സാഹചര്യം എന്താണ്, ആ സാഹചര്യം നമ്മൾ ഒപ്പിട്ടില്ല എങ്കിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെടുന്ന കുട്ടികൾക്കുണ്ടാകുന്ന നഷ്ടം എന്താണ്, അതെല്ലാം കൃത്യമായി വ്യക്തമായി വരികയാണ്. ഇനിയും എക്സ്പ്ലെയിൻ ചെയ്യും, ഇനിയും വിശദീകരിച്ചു കൊടുക്കും. ഇത് ഒപ്പിട്ടിട്ടില്ല എങ്കിൽ 40 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളെ ബാധിക്കുന്ന സാഹചര്യം അതുകൂടി വിശദീകരിച്ച് ആർക്കും പറഞ്ഞു കൊടുക്കാനും മനസ്സിലാക്കി കൊടുക്കാനും ഗവൺമെന്റ് തയ്യാറാണ്. അതുമായി വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോകും. ശരി, ഇവിടെ ശ്രീ രാജു പി നായർ, CPIക്ക് പ്രതിഷേധമുണ്ട്. CPIയുടെ പ്രതിഷേധം മുന്നണിക്കകത്ത് തന്നെ അവസാനിക്കാനുള്ള സാധ്യത. UDF-ലേക്ക് സ്വാഗതം എന്ന് കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞു, കെ സുധാകരൻ പറഞ്ഞു. പക്ഷെ അങ്ങനെ CPI ഈ വിഷയത്തിൽ മുന്നണി വിട്ടു വരും എന്നൊക്കെ നിങ്ങൾ ആത്മാർത്ഥമായി കരുതുന്നുണ്ടോ? അല്ല, CPI മുന്നണി വിട്ട് വരും എന്ന് കരുതുന്നുണ്ടോ എന്ന് വെച്ചാൽ വെളിയം ഭാർഗവനോ അല്ലെങ്കിൽ ശ്രീ CK ചന്ദപ്പനോ ഒക്കെ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ അത്തരത്തിലുള്ള ചോദ്യത്തിൽ കുറെ കൂടി പ്രസക്തി ഉണ്ടായിരുന്നു. ബിനോയ് വിശ്വത്തിന് അത്തരത്തിലുള്ളൊരു ബലമുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കുറെ ഒരാൾ മാത്രമല്ലല്ലോ പാർട്ടി ഇത്തരത്തിലുള്ള കൊടുങ്കാറ്റുകളൊക്കെ ഉണ്ടാക്കുകയും അവസാനം അതെല്ലാം അതാണ് നമ്മൾ നോക്കുന്നത്, അതാണ് നമ്മൾ കാണുന്നത്. ഒരുപക്ഷെ അതൊക്കെ ആയിരിക്കാം ഇന്നത്തെ സാഹചര്യത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ. പിന്നെ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, എനിക്ക് സത്യം പറഞ്ഞാൽ അരുൺകുമാറിനോട് പോലുള്ള CPMന്റെ ഇത്തരത്തിലുള്ള ഡിബേറ്റേഴ്സിനോട് ഡിബേറ്റർ എന്ന രീതിയിൽ വലിയ അസൂയുണ്ട്. കാരണം നാട്ടിൽ നിലനിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളുമായി ബന്ധമില്ലാതെ അതിന് ഘടകവിരുദ്ധമായി ഇത്രയും കോൺഫിഡൻസോട് പറയാൻ പറ്റുന്നത് ഒരു ഡിബേറ്ററെ സംബന്ധിച്ചോളം എനിക്ക് അസൂയ ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്നെ സംബന്ധിച്ചോളം ഞാൻ വിശ്വസിക്കാത്തൊരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞെങ്കിൽ ഞാൻ പ്രശ്നമാണ്, ഞാൻ ചിലപ്പോൾ ആ ചർച്ച ഒഴിവാക്കുക തന്നെ. പക്ഷേ അരുൺകുമാറിനൊക്കെ പറ്റുന്നുണ്ട്. എന്താണ് ഇന്നത്തെ ഈ LDF കെട്ടുറപ്പോടുകൂടി മുന്നോട്ട് പോകുന്നവർ? എപ്പോഴാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് CPI അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന് പറയുന്നതിനെ സംബന്ധിച്ച അല്ലേ? പിന്നെ വ്യത്യസ്ത ആശയങ്ങൾ ഉള്ളതുകൊണ്ടാണല്ലോ രണ്ട് പാർട്ടിയായിട്ട് നിൽക്കുന്നത്. അരുൺകുമാറെ വ്യത്യസ്ത ആശയങ്ങളിലല്ലായിരുന്നു നിങ്ങൾ രണ്ടു പേർക്കും NEP-യെ സംബന്ധിച്ച് PM ശ്രീ പദ്ധതിയെ സംബന്ധിച്ച് ഒരേ അഭിപ്രായമായിരുന്നു. ആ ഒരേ അഭിപ്രായമുള്ള രണ്ടു പാർട്ടികൾ രണ്ട് മന്ത്രിസഭാ യോഗത്തിൽ വിഷയം വന്നിട്ടും അതിനകത്ത് അത് ഒപ്പിടാൻ പറ്റില്ല എന്ന് വന്ന് ഡിഫർ ചെയ്ത് വെച്ചിരുന്നതാണ്. അങ്ങനെ ഡെഫർ ചെയ്ത് വെച്ചിരുന്ന മന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനം ചട്ടവിരുദ്ധമായി ആരെയും അറിയിക്കാതെ ഒരു രഹസ്യ സ്വഭാവത്തോടുകൂടി ഒരു ഉദ്യോഗസ്ഥ ഒക്ടോബർ 16 പോയിട്ട് ഒപ്പിടുകയും ഈ ഒപ്പിട്ടു എന്ന് പറഞ്ഞ വാർത്ത കേരളത്തിലെ മന്ത്രിമാർ, അത് CPI മാത്രമല്ല CPMന്റെ മന്ത്രിമാർ പോലും പത്രവാർത്തയിലൂടെ അറിയുന്ന സാഹചര്യം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഒരേ ദിശയിലുള്ള രണ്ടുപേർ തമ്മിൽ എന്തോ ആശയവ്യത്യാസം എന്ന് പറയാൻ അരുൺകുമാറിനെ പോലുള്ളവരുടെയൊക്കെ ഒരു വൈദഗ്ധ്യം ഞാൻ നമിച്ചു പോവുകയാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം CPIയുടെ മാത്രമല്ല, ഞാൻ പറയുന്നത് ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയെ സംബന്ധിച്ച് ഇപ്പോൾ പറയുകയാണ് 40 ലക്ഷം കുട്ടികളുടെ ഭാവി. എങ്ങനെയാണ് 40 ലക്ഷം കുട്ടികളുടെ ഭാവി വരുന്നത്? ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള PM ശ്രീ പദ്ധതിക്ക്, കാരണം നേരത്തെ അങ്ങ് സൂചിപ്പിച്ചപ്പോൾ തന്നെ ആദ്യത്തെ ക്ലോസ് തന്നെ NEP 2020 ഹാസ് ടു ബി ഇംപ്ലിമെന്റഡ് ഇൻ ഇറ്റ്സ് എൻറ്റയറിറ്റി എന്നാണ് പറയുന്നത്. മുഴുവനായിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ള പറയുന്നത്. അങ്ങനെയുള്ള ആ പദ്ധതിയെ സംബന്ധിച്ച് ഈ ഇന്ത്യയിൽ മുഴുവൻ 5 വർഷത്തേക്ക് എടുത്തിരിക്കുന്നത് 14,500 സ്കൂളാണ്. 5 വർഷത്തേക്ക് കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയുടെ പണം ആകെ 18,000 കോടിയാണ്. ആകെ 18,126 കോടിയാണ്. മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ ആ 48 ലക്ഷത്തോളം വരുന്ന ഇന്ത്യയുടെ ബജറ്റിന്റെ എക്സ്പെൻസിൽ 5 വർഷം എടുത്താൽ 250 ലക്ഷം കോടിയിൽ ആകെ ഒരു വെച്ചിരിക്കുന്ന 18,000 കോടിയാണ്. ആ പദ്ധതിക്ക് വേണ്ടിയിട്ട് 40 ലക്ഷത്തിന്റെ കുട്ടികളുടെ ഭാവിയാണെന്നുള്ളതൊക്കെ കള്ളത്തരം പറഞ്ഞ് പ്രചരിപ്പിക്കരുത്. ഈ പിണറായി വിജയൻ സർക്കാരിന്റെ കീഴിൽ തന്നെ കിഫ്ബി വഴിക്ക് എല്ലാ നിയോജക മണ്ഡലത്തിലും ഒരു സ്കൂള് നവീകരിക്കുന്നതിന് വേണ്ടി 1 കോടി രൂപ അനുവദിച്ചിരുന്നില്ലേ? അതിന്റെ പണി എത്രത്തോളം ആയെന്ന് എനിക്കറിയില്ല. പക്ഷെ
അനുവദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ സർക്കാരിനുണ്ട് ഈ സ്കൂളിന്റെ നവീകരണത്തിന് വേണ്ടി ഈ പറയുന്ന ഏതോ 100-150 കോടി കിട്ടാത്തതാണ് 40 ലക്ഷം കുട്ടികളുടെ ഭാവിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒപ്പുവെക്കുമ്പോ പക്ഷേ PM-ശ്രീയിൽ ഒപ്പുവെച്ചില്ല എന്ന് പറഞ്ഞ് സർവശിക്ഷ അഭിയാന്റെ ഫണ്ട് തടഞ്ഞു വെച്ചിരിക്കുകയല്ലേ ശ്രീ രാജു പി നായർ. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെയും പശ്ചിമ ബംഗാളിന്റെയും തമിഴ്നാടിന്റെയും ഈ സമഗ്ര ശിക്ഷ അഭിയാന്റെ ഫണ്ട് തടഞ്ഞു വെച്ചത് പോലും ഉണ്ടാവുന്ന പ്രതിസന്ധി ഒഴിവാക്കാനാണ് ഇപ്പൊ ഒപ്പിട്ടത്. ശരി അഭിലാഷേ, ഇത് മന്ത്രി പറഞ്ഞ വാദവും കൂടെ. ഇത് മാത്രമല്ല, ആരോഗ്യ രംഗം ഉൾപ്പെടെ എല്ലായിടത്തും ഫണ്ട് തടഞ്ഞു വെക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ കഴിഞ്ഞ മാസം ഉണ്ടായ പാർലമെന്ററി പാനലിന്റെ ഫൈൻഡിങ് എന്താ? അവരുടെ റെക്കമെൻഡേഷൻ എന്താ? PM-ശ്രീ പദ്ധതിയിൽ ഉൾപ്പെടാത്തതിന്റെ പേരിൽ, ഒപ്പുവെക്കാത്തതിന്റെ പേരിൽ സർവശിക്ഷാ അഭിയാന്റെ ഫണ്ട് തടഞ്ഞു വെക്കാൻ പാടില്ല എന്ന് പാർലമെന്ററി കമ്മിറ്റി റിപ്പോർട്ടാണ്. ആ പാർലമെന്ററി കമ്മിറ്റി റിപ്പോർട്ട് എടുത്തുകൊണ്ട് പണ്ട് ഈ ചർച്ചകളെല്ലാം നടത്തുന്ന സമയത്ത് കേരളത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഈ കോടതിയിൽ പോകുന്നു പറഞ്ഞവർക്ക് എന്തുകൊണ്ട് പാർലമെന്ററി കമ്മിറ്റിയുടെ റിപ്പോർട്ട് എടുത്തുകൊണ്ട് കോടതിയിൽ പോയിക്കൂടാ? PM-ശ്രീ പദ്ധതിയിൽ ഒപ്പിടാത്തതിന്റെ പേരിൽ ഞങ്ങൾക്ക് SSA ഫണ്ട് 1500 കോടി തടഞ്ഞു വെച്ചിരിക്കുന്നു, അതുകൊണ്ട് പാർലമെന്ററി കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരെയുണ്ട്, ഇത് അനുവദിക്കണം എന്ന് പറഞ്ഞ് കോടതി പോകത്തിന് എന്താ? കോടതിയിൽ ഒരു പ്രാവശ്യം പോയിട്ട് വലിയ ഇതൊന്നും ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ എന്തൊക്കെയോ അപ്പോ ഈ പറയുന്ന വാദങ്ങളെല്ലാം പച്ചക്കള്ളമാണ്. ഇത് രാഷ്ട്രീയമായ കീഴടങ്ങൽ വേണ്ടി ഇവർ ഉണ്ടാക്കി പടച്ചുവിടുന്ന കള്ളങ്ങൾക്കപ്പുറം മറ്റൊന്നും ഇതിനകത്തില്ല. ശരി, നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. ശ്രീ M ജയചന്ദ്രൻ, LDF-ൽ എന്ത് സംഭവിക്കും? എല്ലാവരും വിചാരിച്ചിരുന്നത് ഇന്നിപ്പോ മുഖ്യമന്ത്രി തന്നെ ഒരു സമവായ ശ്രമവുമായി രംഗത്തിറങ്ങുകയാണ്. യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള ഡാമേജ് കൺട്രോളിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തിറങ്ങുന്നു. അദ്ദേഹം ബിനോയ് വിശ്വത്തെ കാണുന്നു, 4 CPI മന്ത്രിമാരെയും കാണുന്നു. അതോടുകൂടി ഒരു സമവായം ഉണ്ടാവും. ഈ പദ്ധതി ഒന്ന് പതുക്കെയാക്കാൻ, ഇപ്പോൾ സ്കൂളുകളുടെ ലിസ്റ്റ് കൊടുക്കാതെയും മറ്റുമൊക്കെ ഒന്ന് മെല്ലെയാക്കാൻ, ഇപ്പോൾ ഇംപ്ലിമെന്റേഷൻ നടപ്പാക്കുന്നില്ല എന്ന് തീരുമാനിക്കാൻ ഉള്ള ഒരു ധാരണയിലെത്തിയാൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. പക്ഷേ അത് പോരാ, റദ്ദാക്കുക, കരാർ റദ്ദാക്കുക, അതല്ലാതെ യാതൊരു തരത്തിലുള്ള സമവായവും ഇല്ല എന്ന് CPI പറയുമെന്ന് താങ്കൾ പ്രതീക്ഷിച്ചിരുന്നോ? ഒന്ന് മ്യൂട്ട് മാറ്റുമോ? താങ്കൾ പറയുന്നത് കേൾക്കുന്നില്ല. ശ്രീ ജയേന്ദ്രൻ, അങ്ങ് സംസാരിക്കുന്നത് കേൾക്കുന്നില്ല, മ്യൂട്ടാണ്. ഓ അതെ അതെ അതെ, ഇപ്പൊ കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം, പറഞ്ഞോളൂ. ഇപ്പൊ കേൾക്കാം, പറഞ്ഞോളൂ. ഹലോ ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. ഹലോ ശരിയാക്കിയിട്ട് വരാം, ശരിയാക്കിയിട്ട് താങ്കളിലേക്ക് വരാം. സാങ്കേതികമായ പ്രശ്നമാണ്, അത് PCR-ൽ നിന്ന് ശരിയാക്കുന്നിട്ട് ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ ജിതിൻ ദേവ്, ഇതിപ്പോ കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായിട്ടുള്ളൊരു പദ്ധതിയിൽ സംസ്ഥാന സർക്കാരുകൾ ചേരുക എന്നത് സ്വാഭാവികമായിട്ടും കേന്ദ്രം പ്രതീക്ഷിക്കുന്നുണ്ടാവും. അതിന്റെ ഈ പറഞ്ഞ മാനദണ്ഡങ്ങളും ചരടുകളുമാണ് പ്രശ്നം. അങ്ങനെ ചരടുകൾ വെച്ചുകൊണ്ട് സംസ്ഥാനത്തിന് അർഹമായ സഹായം തടയുമ്പോൾ താല്പര്യമില്ലാത്ത സർക്കാരുകളും അതിന് നിർബന്ധിതമാവുകയാണ്. ഇത് മാത്രമല്ല, ഇന്നിപ്പോൾ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ചില കാര്യങ്ങൾ പറയുന്നു. മുഖ്യമന്ത്രി ഇത് നേരത്തെ തന്നെ നടപ്പാക്കാൻ വേണ്ടി 2023 തന്നെ ഉദ്യമിച്ചതാണ്, യൂണിവേഴ്സിറ്റികൾക്ക് അതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശം കൊടുത്തിരുന്നു എന്നൊക്കെ. ഇവിടെ ഇപ്പോൾ ഞങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യം നിറവേറിയിരിക്കുന്നു എന്ന് BJP-ക്കാർ പറയുന്നത് കുറെ കൂടി ഒരു ഫെഡറൽ സംവിധാനമാണല്ലോ. ഒരു സർക്കാരിന് എടുക്കാൻ കഴിയുന്ന ഭരണപരമായ തീരുമാനങ്ങളെ രാഷ്ട്രീയത്തിന്റെ കോണിൽ കൊണ്ടുപോയി കെട്ടുന്ന അവസ്ഥയിലേക്ക് നയിക്കുകയല്ലേ അതും? അഭിലാഷ് മോഹൻ, ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തെ ആയാലും PM-ശ്രീ ആയാലും രാഷ്ട്രീയ കണ്ണുകളോട്, രാഷ്ട്രീയ തിമിരം ബാധിച്ച കണ്ണുകൊണ്ട് നോക്കിക്കാണുന്നവർക്കാണ് ഇതൊരു രാഷ്ട്രീയ മുദ്രാവാക്യമാണ് എന്ന തരത്തിലേക്ക് വ്യാഖ്യാനിക്കാൻ ഈ പാർട്ടികൾക്ക് സാധിക്കുന്നത്. NEP എന്ന് പറയുന്നത് ഈ രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന കുട്ടികളുടെ ഭാവി മുൻനിർത്തിക്കൊണ്ടുള്ള പദ്ധതിയാണ്. ഇവിടെ ശ്രീ അരുൺകുമാർ സൂചിപ്പിച്ച ചില കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നു, ചില കാര്യങ്ങളോട് ഞാൻ വിയോജിക്കുന്നു. അതിനകത്ത് വിയോജിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇവിടെ PM ഉഷ നടപ്പാക്കിയതും റൂസ നടപ്പാക്കിയതും ഈ പറഞ്ഞ കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഈ മുന്നോട്ട് വെച്ച എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ്. അല്ലാതെ ഞങ്ങൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞതൊന്നുമില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, അത് അവര് എന്ത് പഠിപ്പിക്കണം എന്നുള്ള തീരുമാനം അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. നാഷണൽ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കിനെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾക്ക് തീരുമാനമെടുക്കാം. അതിനകത്തൊന്നും ആരും കൈകടത്താൻ ആഗ്രഹിക്കുന്നുമില്ല, ആലോചിച്ചിട്ടുമില്ല.
നിങ്ങൾ ഇങ്ങനെ നടപ്പിലാക്കി പറ്റിക്കാൻ ശ്രമിച്ച ഒരു പദ്ധതിയുണ്ട്. അതും കൂടെ അങ്ങ് ഓർത്തെടുക്കണം. NSQF 2018 ആ NSQF നിങ്ങൾ 150ഓളം VHSE സ്കൂളുകൾ നടപ്പിലാക്കിയതിന് ശേഷം ഞങ്ങൾ NSQF ഇംപ്ലിമെന്റ് ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിന്റെ പദ്ധതി വിഹിതം താ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഡൽഹിയിലേക്ക് ചെന്ന സമയത്ത് നിങ്ങൾ പറ്റിക്കാൻ ശ്രമിക്കണ്ട എന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയായിരുന്നു നിങ്ങളെ. അതുകൊണ്ട് ഇങ്ങനെ കേന്ദ്ര ഗവൺമെന്റിനെ പറ്റിച്ച് ഞങ്ങൾ ഞങ്ങളുടെ നിലപാടുമായിട്ട് പോകും എന്ന് പറഞ്ഞു വെക്കുന്നത് തെറ്റാണ്. പിന്നെ നടപ്പാക്കിയില്ലെങ്കിൽ PM ശ്രീയുടെ പണം തരണ്ട എന്ന് വെച്ചാൽ മതി. പക്ഷെ PM ശ്രീ നടപ്പാക്കുന്നില്ല എന്ന് പറഞ്ഞ് SSK ഫണ്ട് തടഞ്ഞു വെച്ചതാണല്ലോ ഇത്രയും വലിയ സമ്മർദ്ദം സർക്കാരിന് മേൽ ഉണ്ടാക്കിയത്. ഇനിയിപ്പോ ഈ PM ശ്രീ നടപ്പാക്കാമെന്ന് പറഞ്ഞു, ധാരണാപത്രം ഒപ്പിട്ടു, എന്നിട്ട് നടപ്പാക്കാൻ ഉള്ള നടപടികൾ എടുത്തില്ല. ശരി, അപ്പോ PM ശ്രീ പദ്ധതിയുടെ പണം തരണ്ട, കഴിഞ്ഞല്ലോ പ്രശ്നം. അഭിലാഷ് മോഹൻ, ഈ PM ശ്രീ ആയാലും NEP ആയാലും അങ്ങ് ഇപ്പൊ സൂചിപ്പിച്ച SSA ആയാലും ഇനി കേരളത്തിൽ വന്ന SSK ആയാലും ഇതെല്ലാം പരസ്പര പൂരകങ്ങളാണ്. ഞാനൊരു ഉദാഹരണം പറയാം. പണ്ട് ഇവിടെ ഒരു ഭവന പദ്ധതി ഉണ്ടായിരുന്നു, ഇന്ദിരാഗാന്ധി പാർപ്പിട പദ്ധതി. ഇപ്പോ ഇന്ദിരാഗാന്ധി ഭവന പദ്ധതി ഇല്ല. ഇപ്പൊ നാട്ടിലുള്ളത് എന്താണ്? ആവാസ് യോജന, പ്രധാനമന്ത്രി ആവാസ് യോജനയാണ്. ഇപ്പൊ പറയുകയാണ് പണ്ട് ഇവിടെ ഇന്ദിരാഗാന്ധി ഭവന പദ്ധതി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് അതിന്റെ പദ്ധതി വിഹിതം വേണമെന്ന് പറഞ്ഞതിനകത്ത് എന്തെങ്കിലും അർത്ഥമുള്ള കാര്യമാണോ? ഈ SSA ആയാലും ഈ പറഞ്ഞ PM ശ്രീ ആയാലും NEP ആയാലും പരസ്പര പൂരകങ്ങളാണ്. ഈ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് പോലല്ല. ഇതൊക്കെ ഇവിടെ എന്നേ ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങി. ഭാഗികമായിട്ടാണെങ്കിൽ പോലും ഈ NEP-യിലേക്ക് നമ്മുടെ സംസ്ഥാനം നീങ്ങി തുടങ്ങിയിരിക്കുന്നു അഭിലാഷേ. അത് ആർക്കും മറച്ചു വെക്കാൻ സാധിക്കില്ല. രണ്ടാമത്തെ കാര്യം, ഇവിടെ അരുൺകുമാർ പറഞ്ഞ സാരം മുഗൾ സാമ്രാജ്യത്തെ സംബന്ധിച്ച് പഠിപ്പിക്കുന്നില്ല എന്നുള്ള കാര്യം. മുഗൾ സാമ്രാജ്യത്തെ സംബന്ധിച്ച് ആരാണ് പഠിപ്പിക്കാത്തത്? മുഗൾ സാമ്രാജ്യത്തെ സംബന്ധിച്ച് ഇവിടുത്തെ മുഴുവൻ എന്താ പറയുക, മുഗൾ സാമ്രാജ്യ ചക്രവർത്തിമാരെ സംബന്ധിച്ച് പഠിപ്പിച്ചിരുന്നതിനെ ഒന്ന് ചുരുക്കേണ്ടിയിരിക്കുന്നു. മുഗൾ സാമ്രാജ്യത്തെ പഠിപ്പിക്കുന്ന സമയത്ത് 1526 ഒന്നാം പാരിപ്പട്ട് യുദ്ധം പഠിപ്പിക്കേണ്ടത് തന്നെയാണ് അഭിലാഷ്. അന്ന് ഈ പറഞ്ഞ ഈ മുഗളന്മാര് ആക്രമിച്ച് ബാബറും എല്ലാം കൂടെ വന്ന സമയത്ത് അതിനെ പ്രതിരോധിച്ച എബ്രഹാം ലോധി എന്ന് പറയുന്ന ആ മുസ്ലിം റൂളറെ പറ്റി പഠിപ്പിക്കണം. അന്ന് ജീവൻ കൊടുത്ത 10,000-ഓളം മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഇന്ത്യക്കാരെ പറ്റി പഠിക്കണം, ഇന്ത്യൻ മുസ്ലിമിനെ പറ്റി പഠിപ്പിക്കണം. ജാലിയൻവാലാബാഗ് കൂടെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, നമ്മുടെ പുസ്തകത്തിൽ വച്ചടിച്ച് വെച്ച് പറയുന്നുണ്ടല്ലോ. അതാത് ഒരു നിമിഷം, ആ ജാലിയൻവാലാബാഗ് പഠിക്കുന്ന സമയത്ത് അതിന് ഓർഡർ ഇട്ട മൈക്കിൾ O ഡയറെ ആ നാട്ടിൽ പോയി കൊന്ന ഉദ്ധം സിംഗിനെ പറ്റി പഠിപ്പിക്കണ്ടേ? അപ്പൊ ഇതൊക്കെ പഠിപ്പിക്കപ്പെടേണ്ടതാണ് അഭിലാഷ്. അല്ലാതെ ഇവിടെ ആരും അതിനകത്തൊന്നും കൈകടത്താൻ തീരുമാനിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ വന്നിരുന്നുകൊണ്ട്, ഒരു മനോരമയിലാണെന്ന് തോന്നുന്നു, വന്നിരുന്നുകൊണ്ട് ഒരു യുവജന നേതാവ് രാജു P നായരുടെ പാർട്ടിയിലെ ഇപ്പോ അധ്യക്ഷ സ്ഥാനം കിട്ടാത്ത യുവജന നേതാവ് പറയുകയാണ് ഇവിടെ മഹാത്മാഗാന്ധിയെ ഓട്ടോ ഇടിച്ചു മരിച്ചു എന്നൊക്കെ പഠിപ്പിക്കുന്നു. എന്തൊക്കെ വിഡ്ഢിത്തരമാണ്! നിങ്ങൾ ഇങ്ങനെയാണോ കാണേണ്ടത്? ഇവിടെ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ 40 ലക്ഷത്തോളം വരുന്ന പൊതുവിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ പഠിപ്പിക്കുന്ന കുട്ടികളുടെ ഭാവി വെച്ചിട്ട് CPM വരട്ട് രാഷ്ട്രീയം കളിക്കും. ഇവിടെ ഈ പറയുന്ന രാഷ്ട്രീയത്തെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം ഇതിനെ കൈനീട്ടി സ്വീകരിച്ച കോൺഗ്രസ് പിന്താങ്ങുകയാണ്. അവിടെ നോക്കുകയാണ് എങ്ങനെയെങ്കിലും CPI അടർത്തിയെടുത്തുകൊണ്ട് ഇവിടെ ഭരണം പിടിക്കാൻ പറ്റുന്നു. അധികാര രാഷ്ട്രീയം എന്ന അപ്പകഷ്ടത്തിന് വേണ്ടിയിട്ട് ഈ നാട്ടിലെ 40 ലക്ഷത്തോളം കുട്ടികളുടെ ഭാവി വെച്ച് അഭിലാഷ് ഇവരോട് തിരിച്ചു ചോദിക്കുന്ന സാഹചര്യം ഈ കുട്ടികൾ തന്നെ ഇവരോട് ചോദിക്കുന്ന സാഹചര്യം ഉണ്ടാവും. എന്തായാലും താങ്കൾ പറഞ്ഞതുപോലെ ഉദ്ധം സിംഗിനെ കുറിച്ചൊക്കെ പഠിപ്പിക്കണം. ഉദ്ധം സിംഗ് ഒരു ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയായിരുന്നു കേട്ടോ. ഈ അടുത്തുള്ള 2-3 കൊല്ലം മുമ്പ് നല്ലൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, വിക്കി കൗശലൊക്കെ അഭിനയിച്ച്. എനിക്ക് തോന്നുന്നു ആമസോൺ പ്രൈമിലാണെന്ന് തോന്നുന്നു. സർദാർ ഉദ്ധം എന്ന് പറഞ്ഞ ഫിലിം ഉണ്ട്. പഠിക്കട്ടെ, നല്ലതാണ്, പഠിപ്പിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, നല്ലൊരു സിനിമയുണ്ടെന്ന് പറഞ്ഞതാണ്. താങ്കൾ പറഞ്ഞപ്പോ ആനുഷംഗികമായി ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. ശ്രീ ജയചന്ദ്രൻ, അങ്ങേക്ക് ഇപ്പൊ കേൾക്കാമോ? ശരി ശരി, ഞാൻ അങ്ങോട്ട് നേരത്തെ ചോദിക്കാൻ ശ്രമിച്ചത്, എല്ലാവരും വിചാരിച്ചത് ഇന്നൊരു സമവായം ഉണ്ടാവുന്നതാണ്. കാരണം മുഖ്യമന്ത്രി മുൻകൈ എടുക്കുന്നു, മുഖ്യമന്ത്രി ബിനോയ് വിശ്വത്തെ കാണുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഇക്കാര്യത്തിൽ മഞ്ഞുരുകേണ്ടതാണ്. മഞ്ഞുരുകുന്നില്ല എന്നതിന്റെ അർത്ഥം കാര്യങ്ങൾ കുഴപ്പത്തിലാണ് എന്നാണോ? CPI വളരെ ഖണ്ഡിതമായി ഞങ്ങളുടെ പ്രശ്നം പരിഹരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ എന്ത് മനസ്സിലാക്കണം? അങ്ങനെയല്ല അഭിലാഷ്. ഈ പ്രശ്നത്തില് പിന്നെ CPI ഉന്നയിക്കുന്ന നിലപാടിൽ അങ്ങനെ ഉന്നയിക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായമൊന്നും CPIM-ന് പുലർത്താൻ കഴിയില്ല. കാരണം അവരവരുടെ രാഷ്ട്രീയമാണ് പറയുന്നത്. അത് CPI-യും CPIM-ഉം ഒരു മുന്നണിയിൽ രാഷ്ട്രീയമായ യോജിപ്പോടുകൂടി നിൽക്കുന്ന പാർട്ടികളാണ്, പ്രധാനപ്പെട്ട പാർട്ടികളാണ്. അപ്പോൾ ഇതിന്റെ അവസാനം സൂചിപ്പിച്ചല്ലോ, രാഷ്ട്രീയമാണ് പറയുന്നത്. ശരിയാണ്, വളരെ ശരിയാണ്, രാഷ്ട്രീയം തന്നെയാണ് പറയുന്നത്. പക്ഷെ ആ പറയുന്ന രാഷ്ട്രീയത്തിൽ എത്രത്തോളം അർത്ഥവത്തായിട്ടാണ് പറയുന്നത് എന്നുള്ള വിയോജിപ്പുകൾ നിലനിൽക്കുന്നുണ്ട്. ആ വിയോജിപ്പുകളാണ് ഇന്നും തീരാതെ പോയിട്ടുള്ളതെന്നും അതിന് അപരിഹാര്യമായ കാര്യമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ലെ, അപരിഹാര്യമല്ല എന്ന് പറയുമ്പോ പരിഹരിക്കണമെങ്കിൽ ഇക്കാര്യത്തിൽ ഒരു മിഡ്വേ വേണ്ടേ? ഇത് റദ്ദാക്കണം, MOU റദ്ദാക്കണം
MOU റദ്ദാക്കണം എന്നുള്ള ആവശ്യമാണ് CPIക്ക്. ഡി രാജ ഫ്രീസ് ചെയ്യണം MOU എന്നാണ് ഇന്ന് 6 മണിയോടുകൂടി വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ ആവശ്യപ്പെട്ടത് സർക്കാരിന്. പിണറായി വിജയൻ സർക്കാരിന് അത് പറ്റുമോ? അത് പറ്റിയാലല്ലേ ഇവിടെ ഒരു സമവായമുള്ളൂ. അല്ല, അങ്ങനെയല്ല. അപ്പൊ ഈ നേതാക്കന്മാർ സംസാരിക്കുമ്പോൾ അവരുടെ രാഷ്ട്രീയം പറയും. ആ രാഷ്ട്രീയത്തിൽ അഡമന്റായിട്ട് നിൽക്കുന്ന നിലപാടല്ലല്ലോ അത്. അത്തരം അഡമന്റായിട്ടുള്ള നിലപാടാണെങ്കിൽ താങ്കൾ പറഞ്ഞവരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെയല്ല, ഇത് നിർബന്ധ ബുദ്ധിയോടെ അല്ലെങ്കിൽ ശാഠ്യത്തോടെ അങ്ങനെ ചെയ്യണം എന്നുള്ളതല്ലല്ലോ. ഇപ്പൊ PM ശ്രീയിൽ ഒപ്പിട്ടു. PM ശ്രീയിൽ ഒപ്പിട്ടതുകൊണ്ട് ഒപ്പിട്ടത് റദ്ദാക്കാൻ കഴിയില്ല എന്നുള്ളത് പറയുന്ന ഏത് നേതാവിനും, അത് പിണറായി വിജയൻ പറഞ്ഞാലും ഡി രാജ പറഞ്ഞാലും പിന്നെ ബിനോയ് വിശ്വം പറഞ്ഞാലും വി ശിവൻകുട്ടി പറഞ്ഞാലും ആര് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഒപ്പിട്ട ഒരു എഗ്രിമെന്റിൽ നിന്ന് പിൻവാങ്ങാൻ കഴിയില്ല. പക്ഷെ എന്താണ് തർക്കം? അതാണ് രണ്ടാമത്തെ ഇഷ്യൂ വരുന്നത്. അത് CPI തർക്കം അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ PM ശ്രീ വഴി നടപ്പാക്കാൻ പോകുന്നത് വർഗീയ അജണ്ടയാണ്. വിദ്യാഭ്യാസത്തിൽ കാവ്യവൽക്കരണം നടപ്പിലാക്കാനുള്ള പരിപാടിയാണ് PM ശ്രീയിലൂടെ കേന്ദ്ര ഗവൺമെന്റ്, കേന്ദ്ര സർക്കാർ, BJP, RSSും NDA മുന്നണിയൊക്കെ ശ്രമിക്കുന്നത്. അതിനോട് വിട്ടുവീഴ്ചയില്ലാതെ എതിർക്കും. ഇതാണ് നിലപാട്. ആ നിലപാട് തന്നെയാണ് CPIM-നുമുള്ളത്. അത് വെറുതെ പറയുന്നതല്ല. അപ്പൊ ഈ PM ശ്രീ മിനിഞ്ഞാന്ന് ഒപ്പിട്ടാണല്ലോ അഭിലാഷ ഉള്ളത്. പക്ഷെ അതിനു മുൻപ് ഈ ഒപ്പിട്ട സാധനം ഉണ്ടല്ലോ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ. അതാണല്ലോ ഈ പ്രധാനമന്ത്രി ഉച്ചതല ശിക്ഷാ അഭിയാൻ എന്ന് പറയുന്ന PM ഉഷ എന്ന് പറയുന്ന പദ്ധതി. ആ പദ്ധതി ചെറിയ കാര്യമൊന്നുമല്ല കേട്ടോ. ആ പദ്ധതിക്കകത്ത് പറഞ്ഞിരുന്ന ഒരു വ്യവസ്ഥയുണ്ട്. ഒരു വ്യവസ്ഥയുടെ ഒന്നിലേറെ വ്യവസ്ഥയുണ്ട്. അതിലേറ്റവും കട്ടിയായിട്ടുള്ള ഒരു വ്യവസ്ഥ എന്ന് പറയുന്ന ഹലോ കേൾക്കാം. അത് ഏറ്റവും കടുകട്ടിയായിട്ടുള്ള ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത് ഈ പിന്നെ ഇന്ത്യ നോളജ് സിസ്റ്റം കേരളത്തിൽ നടപ്പിലാക്കണം എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത്. അത് കഴിയില്ല എന്ന് തന്നെ കേരളം പറയുകയും കേരള നോളജ് സിസ്റ്റം നമ്മൾ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആണ്, അക്നോളജ്ഡ് ആണ്, അത് നടപ്പാക്കാൻ കഴിയുമെന്ന് കേരള ഗവൺമെന്റ് പറഞ്ഞു. വിദ്യാഭ്യാസ വകുപ്പ് അടിവരയിട്ട് പറഞ്ഞു, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞു. അത് തന്നെയാണ് നടപ്പിലാക്കിയത്. ഞാൻ കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അഭിലാഷ്. ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതുകൊണ്ട് തീർന്നില്ല കേട്ടോ. ഈ കേരള റിസോഴ്സസ് ഫോർ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പ്ലാനിങ് എന്ന് പറഞ്ഞ KREAP എന്ന് പറഞ്ഞൊരു പദ്ധതി, പ്രോജക്റ്റ്, സോഫ്റ്റ്വെയർ കേരളം ഡെവലപ്പ് ചെയ്തതാണ്. അതിലേക്കാണ് നമ്മൾ പോയത്. അപ്പൊ അത്തരത്തിൽ സിലബസിലും കരിക്കുലത്തിലും ഇടപെടാനായിട്ട് യാതൊരു അധികാരവും ഇത് കൊടുക്കില്ല എന്നുള്ളത് നമ്മളുടെ വെറുതെ പറച്ചിൽ മാത്രമല്ല, നിലപാടാണ്, നടപ്പാക്കലാണ്. ശരി, അപ്പോ കരിക്കുലത്തിൽ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ലെങ്കിൽ പിന്നെ എന്തിന് എതിർക്കണം? അത് CPI ആണ് വിശദീകരിക്കുന്നത്. ശ്രീ CR ജോസ് പ്രകാശ്, നമുക്ക് വളരെ സ്പെസിഫിക് ആയി ഇപ്പോൾ എന്താണ് പ്രശ്നം, എങ്ങനെ സമവായം ഉണ്ടാക്കാം എന്ന് ചർച്ച ചെയ്താൽ NEP-യിൽ വരുന്ന വർഗീയ അജണ്ടയാണല്ലോ പ്രശ്നം. അതാണ് ദേശീയ തലത്തിലടക്കം ഇടതുപക്ഷ പാർട്ടികൾ മുന്നോട്ട് വെച്ചിരുന്ന കാര്യം. PM ഉഷയുടെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു. PM ഉഷ നടപ്പാക്കിയ സമയത്ത് CPI ആ കാര്യം അറിയാതെ പോയതാണോ? എന്തുകൊണ്ടാണ് PM ഉഷ നടപ്പാക്കിയപ്പോൾ എതിർക്കാത്തത് എന്ന ചോദ്യം പ്രസക്തമാണ്. രണ്ടാമത്തേത്, ഇവിടെ സിലബസ് തീരുമാനിക്കുന്ന കാര്യത്തിൽ, കരിക്കുലം തീരുമാനിക്കുന്ന കാര്യത്തിൽ സ്റ്റേറ്റ് ബോർഡിന് ആണ് അക്കാര്യത്തിൽ തീരുമാനം എടുക്കാനുള്ള അവകാശം എന്ന് കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറി തന്നെ അസന്നിഗ്ധമായി വ്യക്തമാക്കിയിട്ടുണ്ട്. അതാണോ വസ്തുത എന്ന് വേണമെങ്കിൽ ഇത് നടപ്പാക്കിയ 33 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഇവിടെ ഉണ്ടല്ലോ. അതിൽ ഈ ഇന്ത്യ മുന്നണി ഘടകകക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്. അവിടെയൊക്കെ ഇപ്പോൾ കർണാടകയിലും തെലങ്കാനയിലും ഒക്കെ അവിടുത്തെ സ്റ്റേറ്റ് പാഠ്യപദ്ധതി വർഗീയവൽക്കരിക്കപ്പെട്ടോ RSS അജണ്ട അങ്ങോട്ട് കടന്നു വന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ചാൽ പോരെ. കോൺഗ്രസ് അല്ലേ അവിടെയൊക്കെ ഭരിക്കുന്നത്, അത് പരിശോധിച്ചാൽ മതിയല്ലോ. എന്ന് മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്തെ 30% സ്കൂളുകൾ ഇപ്പോൾ ഈ NEP അധിഷ്ഠിതമായ ചട്ടക്കൂടുള്ള പാഠ്യപദ്ധതിയിലാണല്ലോ. സെൻട്രൽ സ്കൂളുകൾ, കേന്ദ്ര സിലബസ് ഫോളോ ചെയ്യുന്ന സ്കൂളുകൾ ആ ചട്ടക്കൂടിലാണ് പഠിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ CBSE സ്കൂളുകളൊക്കെ ഫോളോ ചെയ്യുന്നത് ആ സിലബസ് ആണ്. അവിടെയൊക്കെ ഗാന്ധിജിയേക്കാളും നെഹ്റുവിനേക്കാളും പട്ടേലിനേക്കാളും വലുതായിട്ട് ഗോൾവാൾക്കറെയോ ഹെഡ്ഗേവാറിനെയോ പഠിപ്പിക്കുന്നുണ്ടോ? നമ്മുടെ അനുഭവത്തിൽ ഇല്ലല്ലോ. അപ്പൊ ഇത് വളരെ റൊമാൻറ്റിക്കായി, അതുപോലെ തന്നെ ആവേശഭരിതമായി കാണുന്നതിനപ്പുറത്ത് കുറച്ചുകൂടി വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ ബോധ്യപ്പെടുന്ന നിലയിൽ CPIക്കും ചിന്തിച്ചുകൂടെ? തീർച്ചയായിട്ടും കാര്യങ്ങൾ പഠിക്കണം. കഴിഞ്ഞ കാലഘട്ടത്തിൽ എടുത്തിട്ടുള്ള ഒരു നിലപാടിൽ തന്നെ ഉറച്ച് നിൽക്കണമെന്നില്ല. ഓരോ സാഹചര്യങ്ങളും മനസ്സിലാക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താം. അതിലൊന്നും ഒരു തർക്കവുമില്ല. പക്ഷേ 2020 കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിദ്യാഭ്യാസ നയം അത് അടിമുടി പരിശോധിക്കുന്ന ആർക്കും ബോധ്യപ്പെടും അത് അപകടകരമാണ്. ഞാനതിൻ്റെ അപകടത്തെക്കുറിച്ചൊന്നും വിശദീകരിക്കുന്നില്ല. കാരണം ധാരാളമായിട്ട് തുടർച്ചയായിട്ട് നമ്മൾ ചർച്ച ചെയ്തു വരുന്ന വിഷയമാണ്.
അപ്പോൾ LDF അതിനകത്തൊരു പൊതു നിലപാടെടുത്തു. CPIയും CPMും ഉൾപ്പെടെയുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും അതിനകത്ത് ഒരു പൊതു നിലപാടെടുത്തു. ഇത് കേരളത്തെ നടപ്പിലാക്കേണ്ടതില്ല. ഏതറ്റം വരെ പോയി കഴിഞ്ഞാലും ഇത് നടപ്പിലാക്കേണ്ടതില്ല. മന്ത്രിസഭയിൽ 2024 ഡിസംബറിൽ മന്ത്രിസഭയിൽ വന്നു. അന്ന് ഈ വിഷയം ചർച്ചയ്ക്കെടുത്തു. CPI വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി മാറ്റിവെച്ചു. അത് കഴിഞ്ഞ് ഏപ്രിൽ മാസത്തിൽ, ഈ വർഷം ഏപ്രിൽ മാസത്തിൽ വന്നു, വീണ്ടും മാറ്റിവെച്ചു. അത് അങ്ങനെ എത്രയോ വിഷയങ്ങൾ CPIക്കും CPMനും തമ്മിൽ തർക്കം വരുന്ന ഒട്ടേറെ വിഷയങ്ങൾ പല ഘട്ടങ്ങളിലും മാറ്റിവെച്ചിട്ടുണ്ട്. LDF ചർച്ച ചെയ്തിട്ടുണ്ട്. ചില കാര്യങ്ങൾ CPI പറഞ്ഞത് അംഗീകരിച്ചിട്ടുണ്ട്, ചില സമയത്ത് CPM പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് പിന്നീട് മന്ത്രിസഭയിലേക്ക് നമ്മൾ സാധാരണ നിലയിൽ ഫെഡറൽ വ്യവസ്ഥയിൽ ഉണ്ടാവുന്നത് പോലെ അല്ല ഇപ്പോൾ കാര്യങ്ങൾ ഉണ്ടാവുന്നത്. ഇപ്പോൾ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന നിലയിൽ ആരോഗ്യ കേന്ദ്രങ്ങൾ നാമകരണം ചെയ്യണം, ബ്രാൻഡിംഗ് എന്ന വിഷയം വന്നു. അപ്പോൾ കേരള ആരോഗ്യ വകുപ്പ് ആദ്യം ഈ ബ്രാൻഡിങ്ങിന് തയ്യാറായില്ല. അപ്പോൾ എന്ത് ചെയ്തു? 2023-24 ധനസഹായം ഗ്രാന്റ് തടഞ്ഞു വെച്ചു. അങ്ങനെ ഒരു ഘട്ടത്തിൽ ആരോഗ്യ വകുപ്പ് അങ്ങനെ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ മാനദണ്ഡങ്ങൾ പാലിക്കാം, ബ്രാൻഡിംഗ് സമ്മതിക്കാം എന്ന് തീരുമാനിക്കുകയും അവിടെ കരാർ വരികയും ചെയ്തു. അപ്പോൾ ആ ഫണ്ട്, ആ തടഞ്ഞു വെച്ച വർഷത്തെ ഫണ്ട് ഇപ്പോഴും കിട്ടിയിട്ടില്ല, അതിനുശേഷമുള്ള വർഷത്തെ ഫണ്ട് കിട്ടി. അപ്പോൾ ഫണ്ട് കിട്ടാൻ വേണ്ടി മുമ്പ് ആരോഗ്യ വകുപ്പ് അടക്കം മറ്റു വകുപ്പുകൾ ഇക്കാര്യം ചെയ്തിട്ടുണ്ട് എന്ന കാര്യം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ CPI അത്തരം കാര്യങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ PM ഉഷയുടെ കാര്യം, അത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതിയാണ്, ഇത് ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയാണ്. സമാനമായ പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ടല്ലോ. അല്ല, ഞങ്ങളിതിനെ അന്ധമായിട്ടല്ല വിശ്വസിക്കുന്നത്. ഒന്ന്, ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് ആധികാരികമായിട്ട് അതിനെ പറയുന്ന കുറേ വിഷയങ്ങളുണ്ട്. സത്യത്തിൽ ആ പറയുന്ന ഏതാണ്ട് 90% കാര്യങ്ങളും കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് LDF ഗവൺമെൻറ് മാതൃകാപരമായി നടപ്പിലാക്കിയിട്ടുണ്ട്. ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും അങ്ങനെ നടപ്പിലാക്കിയിട്ടില്ല. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോവുകയില്ല. ഈ പദ്ധതിയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ മാതൃകാപരമായിട്ട് നടപ്പിലാക്കുന്നതിന് കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്, MLAയുടെ ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്, MPയുടെ ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്ന ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഫണ്ടെല്ലാം ഉപയോഗിച്ച് നമ്മൾ വളർത്തിക്കൊണ്ടുവന്ന ഒരു പ്രസ്ഥാനത്തെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകമായ അജണ്ടകൾ, അവരുടെ സിലബസ്, അവരുടെ പാഠ്യപദ്ധതി നടപ്പിലാക്കുന്നതിനും അവരുടെ നേട്ടങ്ങൾ ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി മാറ്റിവെക്കുന്ന ഒരു രീതി ശരിയല്ല എന്ന അത് വസ്തുതാപരമാണോ എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ ഇന്നലത്തെ കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറിയുടെ നിലപാടിനെ കുറിച്ച് ഇന്ന് പത്രത്തിൽ വന്ന വാർത്ത ഞാൻ വായിക്കാം. ദേശീയ വിദ്യാഭ്യാസ നയം NEP ഒരു മാതൃക മാത്രമാണെന്നും വിദ്യാഭ്യാസ രീതിയെക്കുറിച്ചുള്ള ദർശനം നൽകുക മാത്രമാണ് NEP ചെയ്തതെന്നും കേന്ദ്ര സ്കൂൾ വിദ്യാഭ്യാസ സെക്രട്ടറി സഞ്ജയ് കുമാർ. എന്നിട്ട് അദ്ദേഹം പറയാണ്, NEPയിലെ പ്രധാന നിർദ്ദേശങ്ങളെല്ലാം നടപ്പാക്കി കാട്ടുന്നതാണ് PMC സ്കൂളുകളെന്ന് വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹം പറയുന്നത്, ദേശീയ വിദ്യാഭ്യാസ നയം അതേപടി നടപ്പാക്കണമെന്ന് നിർബന്ധമില്ല, പാഠ്യപദ്ധതിയും പുസ്തകങ്ങളും സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാം. പാഠ്യപദ്ധതിയും പുസ്തകങ്ങളും സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാം എന്ന് കൃത്യമായും സാധിക്കുന്ന ഒരു ഘട്ടത്തിൽ, ഞാനതാ പറഞ്ഞ മറ്റ് സംസ്ഥാനങ്ങൾ അപ്പോൾ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദ്യം ചോദിച്ചത് ആ സാഹചര്യത്തിലാണ്. ദേശീയ വിദ്യാഭ്യാസ നയത്തെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ അവർ പറഞ്ഞു. എന്നാൽ നമ്മുടെ ഈ ധാരണാപത്രത്തിനകത്ത് കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്, ഈ ധാരണാപത്രം ഒപ്പിട്ട് കഴിഞ്ഞാൽ ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കുവാൻ ഒരു സംസ്ഥാന സർക്കാർ ബാധ്യസ്ഥമാണ്. അതിനകത്ത് അതിൻ്റെ എല്ലാ വിശദാംശങ്ങളോടും കൂടി തന്നെയാണ് ഈ രേഖകളിലെ 1, 2, 3, 4 ക്രമത്തിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊരു ഭാഗം. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ LDF ഗവൺമെൻറ് എതിർത്തിരുന്ന ഒരു വിഷയമാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, CPI എടുക്കുന്ന ഒരു നിലപാടെന്താ? വളരെ കൃത്യമായിട്ട് ബിനോയ് വിശ്വം പറഞ്ഞു, മന്ത്രിസഭാ യോഗങ്ങളിൽ ചർച്ച ചെയ്ത കാര്യം നമുക്ക് LDFൽ ചർച്ച ചെയ്തതിന് ശേഷം നമുക്ക് തീരുമാനമെടുക്കാം. അങ്ങനെ ഒരു കാര്യത്തിനകത്ത് നമ്മളാരും അറിയാതെ, CPI അറിയാതെ, LDFലെ ഘടക കക്ഷികൾ അറിയാതെ, LDFലെ മന്ത്രിസഭയിലെ CPI അംഗങ്ങൾ അറിയാതെ, മന്ത്രിമാരറിയാതെ, ഇനി CPMൻ്റെ ദേശീയ സെക്രട്ടറി അറിഞ്ഞിട്ടുണ്ടോ, സംസ്ഥാന സെക്രട്ടറി അറിഞ്ഞിട്ടുണ്ടോ, CPMൻ്റെ മന്ത്രിമാർ അറിഞ്ഞിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. എന്തിനീ തിടുക്കം, എന്തിനീ നിഗൂഢത? 16-ാം തീയതി ഒപ്പിട്ടതിന് ശേഷമാണ് കഴിഞ്ഞ ക്യാബിനറ്റിൽ റവന്യൂ മന്ത്രി രാജൻ ഈ വിഷയം ഉന്നയിക്കുന്നത്. അതിനു മുമ്പ് ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് ഇപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. നമ്മൾ അറിയുന്നതെന്നാ 23-ാം തീയതിയാണ്. അതിനു മുമ്പ് ഇത് ഒപ്പിട്ടിരിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് എന്താണ് സംഭവിച്ചത്? ഇതൊരു മുന്നണി മര്യാദയാണോ? ഒരു മന്ത്രിസഭയുടെ പൊതു മാനദണ്ഡത്തിന് നിരക്കുന്ന ഒരു രീതിയാണോ ഇത്? ഇന്നലകളിൽ കഴിഞ്ഞ 10 വർഷമായി തുടരുന്ന ഒരു സംവിധാനമാണ്. ഭരണത്തിലിരിക്കുകയാണ് LDF. എത്രയോ വിഷയങ്ങൾ വന്നു, എത്രയോ ചർച്ച ചെയ്തു. ഒരിക്കലും ഉണ്ടാകാത്ത രീതിയിൽ
കേരളത്തെ പൊതുസമൂഹത്തെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട്, ശരി. CPI ഇരുട്ടിൽ നിർത്തിക്കൊണ്ട്, നമ്മുടെ മന്ത്രിമാരെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു തീരുമാനമെടുത്തു. അതിന്റെ സാഹചര്യം പൊതുസമൂഹത്തോട് പറയണ്ടേ? ശരി, വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് അരുൺകുമാർ ഇപ്പോൾ പറഞ്ഞത്. നോക്കൂ, CPIക്കും CPIMനും ഒക്കെ PM ശ്രീ പദ്ധതിയെക്കുറിച്ച് ആശങ്കയുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് പല ഘട്ടങ്ങളിൽ മന്ത്രിസഭാ യോഗത്തിൽ അടക്കം ഉന്നയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ നയപരമായ ഒരു തീരുമാനവും നയപരമായ ഐക്യരൂപവും വേണ്ട ഒരു വിഷയത്തിൽ മുന്നണിയിൽ ചർച്ചയില്ലാതെ, CPIയോട് ഉഭയകക്ഷി ചർച്ച നടത്താതെ, ഒരാളെയും അറിയിക്കാതെ, മുന്നണിയെയും ഘടകകക്ഷികളെയും ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ഒരു തീരുമാനമെടുത്തു. എന്നിട്ടോ ആ ഒപ്പുവെച്ചതിന് ശേഷമുള്ള മന്ത്രിസഭാ യോഗത്തിൽ റവന്യൂ മന്ത്രി ഈ വിഷയം ഉന്നയിച്ചപ്പോൾ ആരും ഒന്നും മിണ്ടിയില്ല. CPIഎമ്മിന്റെ ജനറൽ സെക്രട്ടറി പരസ്യമായി പൊതുസമൂഹത്തോട് പറഞ്ഞു, ഞങ്ങൾ LDFൽ ആലോചിച്ച ശേഷമായിരിക്കും ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക, CPI അവഗണിക്കില്ല എന്ന്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു ഘടകകക്ഷിയെ, അതിന് ഒരു സീറ്റുള്ള ഘടകകക്ഷി ആയിക്കോട്ടെ, ഒരു ഘടകകക്ഷിയെ ഇത്രമാത്രം ഇൻസൾട്ട് ചെയ്ത സംഭവം എന്നുള്ളതാണ് ഇവിടുത്തെ അടിസ്ഥാനപരമായ പ്രശ്നം എന്ന് എനിക്ക് തോന്നുന്നു. അത് മുഖ്യമന്ത്രി ഇന്ന് CPI സംസ്ഥാന സെക്രട്ടറി അങ്ങോട്ട് പോയി കണ്ടാൽ തീരുന്ന പ്രശ്നമല്ലല്ലോ. മിസ്റ്റർ അഭിലാഷ്, ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി ചർച്ച തുടങ്ങിയത് തന്നെ നാട്ടിൽ നിലനിൽക്കുന്ന യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാതെ CPMന്റെ പ്രതിനിധി വന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞാൽ തുടങ്ങിയേ. ഈ നാടെന്ന് അദ്ദേഹം ഉദ്ദേശിച്ച് എവിടെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഈ രാജ്യത്ത് നിൽക്കുന്ന യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെയാണോ ഈ NHM ദേശീയ വിദ്യാഭ്യാസ നിയമം എസ്റ്റാബ്ലിഷ് ചെയ്തതിന്റെ പിറ്റേ മാസം തന്നെ നിങ്ങൾ രാജസ്ഥാനിൽ 2022 ഡിസംബറിൽ പോയി ഈ പദ്ധതികളിലെല്ലാം ഒപ്പിട്ട് കൃത്യമായി ആ പദ്ധതി ആദ്യം നടപ്പാക്കി തുടങ്ങിയത് കോൺഗ്രസ് ആണ്. ഛത്തീസ്ഗഡിലും 2023 ജനുവരിയിൽ, അതുപോലെ തെലങ്കാനയിൽ BRS ഗവൺമെന്റ് നടപ്പാക്കാൻ തയ്യാറായില്ല. ആ BRS തെരഞ്ഞെടുപ്പിൽ തോറ്റ് കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോ ഏറ്റവും ആദ്യം കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ആ തീരുമാനമെടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. അതുപോലെ കർണാടകത്തിലും കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോൾ കൂടുതൽ ശക്തമായിട്ട് എഗ്രിമെന്റ് ആയിട്ട് മുന്നോട്ട് പോയി. BJP തുടങ്ങി വെച്ചു, ഞങ്ങൾ പൂർത്തീകരിച്ചു എന്നൊക്കെ പറയാം. അതായത് 2021 ശേഷം ഈ ഇന്ത്യയിൽ കോൺഗ്രസ് ഭരിച്ച എല്ലാ സംസ്ഥാനങ്ങളിലും ഈ പദ്ധതി നടപ്പാക്കി ആ പദ്ധതിയുടെ ഗുണഫലങ്ങളുമായി മുന്നോട്ട് പോയി, വിഹിതം മേടിച്ചു, എല്ലാം മുന്നോട്ട് പോയപ്പോ ഈ നാട്ടിൽ നിലനിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി രാജു പി നായർക്ക് ബോധ്യമില്ലേ? എന്താണ് ഈ വാളയാർ ചെക്ക് പോസ്റ്റിന് അപ്പുറത്തേക്ക് നിങ്ങൾക്കൊരു നയം, ഇവിടെ നിങ്ങൾക്ക് പ്രത്യേക നയം, ഇവിടെ നിങ്ങൾ എതിർക്കാൻ വേണ്ടി എന്തെല്ലാം നുണപ്രചരണങ്ങളാണ് നടത്തുന്നത്? ഇവിടെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ തകർക്കാനും വലിയ തരത്തിൽ ഇവിടെ വർഗീയവൽക്കരിക്കാനും നിയമസഭ പാസാക്കിയ ബില്ല് ഒപ്പിടാതെ കാത്തുനിന്ന ആ ഗവർണറെ അവസാനം ആരിഫ് മുഹമ്മദ് ഖാന്റെ മനസ്സിൽ നന്മയുണ്ട്, അദ്ദേഹത്തിന് 5 കൊല്ലം കൂടി നീട്ടിക്കൊടുക്കണമെന്ന് പറഞ്ഞത് സാക്ഷാൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അങ്ങ് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, സുപ്രീം കോടതി നിയമ പോരാട്ടം നടത്തിയ പോരാടുന്നു. ഈ കേന്ദ്രം പല ഘട്ടത്തിലും പല ഘട്ടത്തിലും സംസ്ഥാനത്തിലുള്ള വിഹിതം വെട്ടിക്കുറച്ചപ്പോൾ സുപ്രീം കോടതിയിൽ പോയി നിയമ പോരാട്ടം നടത്തി. സുപ്രീം കോടതി കേരളം ഉന്നയിക്കുന്ന കാര്യത്തിന് മെറിറ്റ് ഉണ്ട് എന്ന് കണ്ടെത്തി. ഇപ്പോൾ ഭരണഘടനാ ബെഞ്ചിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. ആ കേസ് ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയിലാണ്. അതുകൊണ്ട് നിയമ പോരാട്ടം നടത്തേണ്ട സമയത്ത് നിയമ പോരാട്ടം നടത്തി, രാഷ്ട്രീയ പോരാട്ടം നടത്തേണ്ടടുത്ത് രാഷ്ട്രീയ പോരാട്ടം നടത്തി, ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വലിയ ജാഥയും പ്രക്ഷോഭവും ഒക്കെ നടത്തിയ ഞങ്ങൾ മുന്നോട്ട് പോയത്. അതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. നിങ്ങളുടെ ഈ അഴകുഴമ്പൻ നയവും ഈ കേരളം എന്ന് കാണിക്കുമ്പോഴുള്ള അവഗണനയും കേരളത്തിനൊന്നും കിട്ടരുതെന്നുള്ള മനോഭാവവും എല്ലാം ജനങ്ങൾ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് നിങ്ങൾ ഈ ആജീവനാന്ത പ്രതിപക്ഷമായിട്ട് കേരളത്തിൽ തുടരുന്നത്. പിന്നെ ബഹുമാനപ്പെട്ട CPIയുടെ പ്രതിനിധി പറഞ്ഞത്, ഇപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി അങ്ങോട്ട് പോയി ചർച്ച ചെയ്തു എന്ന് ആങ്കർ ഇങ്ങനെ സൂചിപ്പിക്കുക. ഇന്ന് കേരളത്തിൽ CPMന്റെയും CPIയുടെയും നേതാക്കന്മാരെല്ലാം പുന്നപ്ര വയലാർ ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് വലിയ പൊതുയോഗത്തിന്റെയും അതുപോലെ രക്തസാക്ഷി അനുസ്മരണത്തിന്റെ ഭാഗമായി ആലപ്പുഴയിലുണ്ട്. അവിടെ വെച്ച് കണ്ടു. നിങ്ങളപ്പോ അങ്ങോട്ട് പോയി കണ്ടുന്നോ ഇങ്ങോട്ട് പോയി കണ്ടുന്നോ ഒക്കെ വിശേഷിപ്പിച്ചോ? ഞാൻ അതിലൊന്നും മറുപടി പറയുന്നില്ല. CPIയുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന സെക്രട്ടറി അല്ല, ഒരു നാണക്കേടുമില്ല. അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് പോയോ ഇങ്ങോട്ട് പോയോ അതിലൊരു പ്രാധാന്യം ഇല്ല എന്നാ പറഞ്ഞത്. നിങ്ങൾ നിങ്ങളുടേതായ രൂപത്തിൽ അത് പാകപ്പെടുത്തിക്കോ, എനിക്കതിൽ ഒബ്ജക്ഷൻ ഇല്ല. അതായത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനും CPIയുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന സെക്രട്ടറി സഖാവ് സെക്രട്ടറിയും ഈ വിഷയത്തിൽ കാണിച്ചൊരു പക്വതയുണ്ട്. ബിനോയ് വിശ്വവും പക്വതയുണ്ട്. ആ പക്വത എന്താ?
പത്രക്കാർ തിരിച്ചും മറച്ചും ചോദിച്ചിട്ടും ഞങ്ങളുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു, പക്ഷേ അതിന്റെ ചർച്ചകൾ തുടരും, അതുകൊണ്ട് മുന്നോട്ട് പോകട്ടെ എന്ന് പറഞ്ഞൊരു പക്വതയുണ്ട്. ആ പക്വത ഒരു പരിധിയെങ്കിലും സൂക്ഷിക്കാൻ CPM-ന്റെ ഒഫീഷ്യൽ സ്പോക്മാനായിട്ട് വരുന്നയാളും CPI-യുടെ ഒഫീഷ്യൽ സ്പോക്മാനായിട്ട് വരുന്നയാളും ചർച്ചയിൽ ഒരു മിതത്വം പാലിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, LDF-ന്റെ ഘടകകക്ഷികൾ വീണ്ടും കൂടിയിരിക്കും, വിഷയങ്ങൾ ചർച്ച ചെയ്യും, എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പരിഹരിക്കും. ഈ പറഞ്ഞ ചോദ്യങ്ങൾ ബഹുമാനപ്പെട്ട CPI-യുടെ പ്രതിനിധി ചോദിച്ച ഓരോ ചോദ്യങ്ങൾക്കും കൃത്യമായിട്ടുള്ളൊരു മറുപടി എനിക്കുണ്ട്. ഓരോ കാര്യങ്ങളിലും മറുപടിയുണ്ട്, ഓരോ വാക്കിനും മറുപടിയുണ്ട്. പക്ഷെ അത് ഒരു ചാനൽ ചർച്ചയുടെ ഫ്ലോറിൽ ഒരു LDF-ന്റെ ഘടകകക്ഷികളുടെ പ്രതിനിധികൾ എന്ന രൂപത്തിൽ ഞാൻ അത് അവതരിപ്പിക്കാൻ തയ്യാറാകുന്നില്ല, മറ്റൊരു വേദിയിലാകാം. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് ഉയർന്നു വരുന്ന വിഷയത്തെയും വളരെ പക്വതയോടെ നേരിട്ട് അതിനെ കൃത്യമായി അതിജീവിച്ച് ഏതായാലും ഈ രാജ്യത്ത് BJP ഇതര സംസ്ഥാന ഗവൺമെന്റുകളെ തകർക്കാൻ നടത്തുന്ന ശ്രമത്തെ അതിശക്തമായി ചെറുത്തു മുന്നോട്ട് പോയ വിവിധ മേഖലകളിൽ ഈ കൃത്യമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ശരി, CPI-ക്ക് മറുപടി പറയേണ്ട, മുന്നണി ബന്ധത്തെ ബാധിക്കും എന്നുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ മുന്നണി ബന്ധത്തെ ബാധിക്കുന്ന ഒരു പരാമർശം നടത്തേണ്ട. പക്ഷേ ഇരുട്ടിൽ നിർത്തി എന്ന കാര്യം ഞാൻ പൊതുസമൂഹത്തിൽ നിന്ന് ചോദിക്കുകയാണ്. MA ബേബി എന്ന CPM ജനറൽ സെക്രട്ടറിയെയും ഇരുട്ടിൽ നിർത്തിയില്ലേ? അദ്ദേഹം പൊതുസമൂഹത്തോടല്ലേ പറഞ്ഞത് ഞങ്ങൾ മുന്നണിയിൽ ചർച്ച ചെയ്തിട്ടേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കൂ എന്ന്? MA ബേബി മുന്നണിയിൽ ചർച്ച ചെയ്തിട്ടേ ഞങ്ങൾ ഈ കാര്യം തീരുമാനിക്കൂ എന്ന് പറഞ്ഞതിന് മുമ്പ് തന്നെ ഈ കാര്യത്തിൽ ധാരണാപത്രം ഒപ്പിട്ടിരുന്നു എന്നുള്ളത് അറിയാതെയാണ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സമൂഹത്തോട് പറഞ്ഞത് ഞങ്ങൾ CPI-യുമായും കൂടി ചർച്ച ചെയ്യും, LDF-ൽ ചർച്ച ചെയ്തിട്ട് എന്ത് വേണമെന്ന് തീരുമാനിക്കും എന്ന്. അപ്പോൾ CPIM-ഉം CPI-യും ഒക്കെ കൃത്യമായി ഒരു ദേശീയ കാഴ്ചപ്പാടുള്ള പ്രസ്ഥാനങ്ങളാണല്ലോ. ആ പാർട്ടികളിൽ ഉൾപാർട്ടി ചർച്ചകൾ നടക്കാറുണ്ടല്ലോ, സംഘടനാ ജനാധിപത്യമുള്ള പാർട്ടികളാണല്ലോ. എന്തുകൊണ്ടാണ് സ്വന്തം ജനറൽ സെക്രട്ടറിക്ക് പോലും ഈ കാര്യം അറിയാതിരുന്നത്? അദ്ദേഹം എന്തുകൊണ്ടാണ് അപമാനിതനാവുന്ന സാഹചര്യം ഉണ്ടായത്? CPI-യുടെ മുതിർന്ന നേതാവ് K പ്രകാശ് ബാബു MA ബേബിയെ കുറിച്ച് അദ്ദേഹം ഈ രാജയുമായി നടത്തിയ ചർച്ചയെ കുറിച്ച് പറഞ്ഞത് അങ്ങ് ശ്രദ്ധിച്ചിരിക്കുമല്ലോ. കഷ്ടം തോന്നി MA ബേബിയുടെ കാര്യം ഓർത്തിട്ട് എന്ന് CPI-യുടെ ഒരു നേതാവിന്, കൊല്ലം ജില്ലയിൽ തന്നെയുള്ള ഒരു നേതാവിന് പറയേണ്ടി വരുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് ശ്രീകുമാർ. ഇല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, CPI-യുടെ നേതാക്കന്മാരോ മറ്റേതെങ്കിലും ഘടകകക്ഷികളുടെ നേതാക്കന്മാരോ നടത്തിയ പ്രസ്താവനയ്ക്ക് ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്നു മറുപടി കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. മറുപടി ഇല്ലാത്തത് കൊണ്ടോ എൻ്റെ കയ്യിൽ ആയുധം ഇല്ലാത്തതുകൊണ്ടൊന്നല്ല, ഞാൻ മറുപടി പറയാൻ തയ്യാറല്ല. ഇവിടെ ഈ വിഷയം ഗൗരവമായി തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്, ചർച്ച ചെയ്യേണ്ട ഫ്ലോറുകളിലെല്ലാം ചർച്ച ചെയ്തിട്ടുണ്ട്. 3-4 വർഷത്തോളം മറ്റു സംസ്ഥാനങ്ങൾ ഈ പദ്ധതി നടപ്പാക്കിയപ്പോൾ ഉണ്ടായിട്ടുള്ള സാഹചര്യത്തെ വിലയിരുത്തിയിട്ടുണ്ട്. ഇവിടെ പല രൂപത്തിൽ സൂചിപ്പിക്കുന്നു NCERT തന്നെ പഠിപ്പിക്കേണ്ടി വരും എന്നൊക്കെ പറയുമ്പോൾ ഒറീസയിലും ഗുജറാത്തിലും തെലങ്കാനയിലും ഹിമാചൽ പ്രദേശിലും എല്ലാം ഈ പദ്ധതിയിൽ ഒപ്പിട്ടതിന് ശേഷവും സ്റ്റേറ്റ് സിലബസുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റിയ സാഹചര്യങ്ങളെ വിലയിരുത്തിയിട്ടുണ്ട്. തമിഴ്നാട് കൊടുത്ത കേസ് സൂക്ഷ്മമായി പരിശോധിച്ചിട്ടുണ്ട്. ആ കേസ് എല്ലാ ഘട്ടത്തിലും അവിടെ ത്രിഭാഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, ഹിന്ദി അടക്കമുള്ള ഭാഷയും. നമ്മുടെ ഒരു ഫാക്സ് അല്ല തമിഴ്നാടിന്റെ ഫാക്സ്. ഇതെല്ലാം കൃത്യമായി സൂക്ഷ്മമായി പരിശോധിച്ചിട്ടാണ് ഈ കേരളത്തിലെ 40 ലക്ഷം വരുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട കുട്ടികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. അങ്ങനെ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുമ്പോഴും ഒരു ഘട്ടത്തിലും ഞങ്ങൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഒപ്പിട്ടിട്ടില്ല. കണ്ടീഷൻസ് പലതുണ്ട്. ഇപ്പൊ അങ്ങ് ചോദിച്ചല്ലോ, ഈ PM ഉഷ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നപ്പോ ഇതേ എതിർപ്പ് ഉണ്ടായിരുന്നില്ലേ? ഇതേ ഘടകകക്ഷികളൊക്കെ അന്നും ഉണ്ടായിരുന്നല്ലോ. NHMമായി ബന്ധപ്പെട്ടുകൊണ്ടും കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ തകർക്കാൻ വലിയ തരത്തിൽ ഫണ്ട് തരാതിരുന്നപ്പോഴും ഇതേ ഘടകകക്ഷികളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അവസാനം നമ്മൾ ശരിയായ തീരുമാനമെടുത്ത് പോകാൻ കാരണം എന്താ? കേരളത്തെ തകർക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ പൊതുമേഖലയെ തകർക്കണം, കേരളത്തിന്റെ സാമൂഹ്യക്ഷേമ പദ്ധതികളെ തകർക്കണം, കേരളത്തിന്റെ വികസന അജണ്ടയെ തകർക്കണം, കേരളത്തിന്റെ പശ്ചാത്തല വികസനത്തെ തകർക്കണം. ആ ലക്ഷ്യത്തോടെ BJP തിരിച്ചറിഞ്ഞ് ശരിയായ തീരുമാനമെങ്കിൽ മുന്നോട്ട് പോകുക എന്നതാണ് ഈ കാലഘട്ടം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. ആ ദൗത്യം നിർവഹിച്ച് തന്നെ ശരി ഇതാണ് കാലഘട്ടം ഏൽപ്പിച്ച ദൗത്യമെങ്കിൽ, ഇതാണ് ശരിയായ തീരുമാനമെങ്കിൽ, ശരിയായ തീരുമാനം എടുക്കാൻ 3 വർഷം വൈകിയത് എന്തിനാ? 2022 തന്നെ ഈ ശരിയായ തീരുമാനം എടുക്കാമായിരുന്നല്ലോ. NHM സംബന്ധിച്ച്, ആയുഷ്മാൻ ആരോഗ്യ മന്ത്രി സംബന്ധിച്ച് പഠിക്കേണ്ടത് പഠിച്ചു, 3 കൊല്ലം എടുത്ത് പഠിച്ചു. എല്ലാ കാര്യത്തിലും ശരിയായ തീരുമാനം അപ്പൊ തന്നെ എടുക്കാറുണ്ടല്ലോ. പിന്നെ ഇത്രയും സമയം വേസ്റ്റ് ചെയ്തതിനാ? 5 വർഷത്തെ പദ്ധതിയാണ് PM ശ്രീ. അതിന്റെ അവസാന വർഷം ആവുന്നത് വരെ കാത്തിരിക്കണമായിരുന്നു. ശരിയായ തീരുമാനമായിരുന്നെങ്കിൽ ശരിയായ തീരുമാനം നേരത്തെ എടുക്കായിരുന്നല്ലോ. അഭിലാഷ്, ഒരു അരമിനിറ്റ് മതി. ഇത് ഒരു രീതിയിലും ഈ 3 വർഷം വൈകി എന്നതുകൊണ്ട് കേരളത്തിന് നഷ്ടമുണ്ടായില്ല. 60% കേന്ദ്രം കൊടുക്കേണ്ട പണം കൂടി ഈ സംസ്ഥാന ഗവൺമെന്റ് എടുത്തു കൊടുത്തു. ഇപ്പോൾ 1158 രൂപ നമുക്ക് കിട്ടാനുള്ളത് പിടിച്ചു വച്ചു എന്ന് നമ്മൾ പറയുമ്പോഴും
അത് കേന്ദ്രം തരാത്തത് കേരളം എടുത്തു മുടക്കി നമ്മുടെ 1,00,000-ലധികം വരുന്ന ഭിന്നശേഷി കുട്ടികൾക്കുള്ള ഉപകരണം, തെറാപ്പി, അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾ 5.5 ലക്ഷം, അവരുടെ കൃത്യമായിട്ടുള്ള പഠനമുറി, മറ്റ് സഹായം, അതുപോലെ യൂണിഫോം, പാഠപുസ്തകം, ഇതൊക്കെ നമ്മൾ കൊടുത്തു. പക്ഷെ നമുക്ക് കൃത്യമായി 60% കേന്ദ്രം തന്നം, അതവർ തന്നില്ല. എന്നിരുന്നാലും ഒരു മുടക്കവും ഇവിടെ വന്നില്ല. അതുകൊണ്ട് ഈ 3 വർഷം വൈകി എന്നതുകൊണ്ട് അത് കുട്ടികളെ ബാധിച്ചിട്ടേ ഇല്ല. അതാണ് സത്യം. ശരി. ഓക്കെ, ശ്രീ രാജു പി നായർ, ഇതിന്റെ മറ്റ് വിശദാംശങ്ങളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് എന്തുകൊണ്ട് NEP എതിർക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് PM ശ്രീ എതിർക്കുന്നു? PM ശ്രീ എതിർക്കാനുള്ള കാരണം NEP ചട്ടക്കൂട് പാലിക്കണമെന്ന ഒന്നാമത്തെ നിബന്ധന തന്നെ ധാരണാപത്രത്തിൽ ഉള്ളതുകൊണ്ടാണല്ലോ. അപ്പോൾ NEP നിബന്ധനകൾ അംഗീകരിച്ചാൽ പാഠ്യപദ്ധതിയിൽ മാറ്റം വരുമോ? പാഠ്യപദ്ധതി വർഗീയവൽക്കരിക്കപ്പെടുമോ? ഇതാണ് ഉന്നയിക്കപ്പെടുന്ന ആദ്യത്തെ ആശങ്ക. മുൻപ് കോൺഗ്രസ് സർക്കാരുകൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ഒപ്പിട്ടു എന്ന കാര്യമൊക്കെ മാറ്റിവെക്കൂ. നിലവിൽ കർണാടകയിലെയോ തെലങ്കാനയിലെയോ ഹിമാചൽ പ്രദേശിലെയോ ഒക്കെ സംസ്ഥാന പാഠ്യപദ്ധതി, അവിടുത്തെ സംസ്ഥാനത്തിന്റെ ടെക്സ്റ്റ് ബുക്കുകൾ വർഗീയവൽക്കരിക്കപ്പെട്ട നിലയിലാണോ? അവിടുത്തെ ഫെഡറൽ അവകാശങ്ങൾ എല്ലാം കവർന്നുകൊണ്ട് ആ ഫെഡറൽ അവകാശങ്ങളുടെ മുകളിൽ കടന്നു കയറിക്കൊണ്ട് കേന്ദ്രം അടിച്ചേൽപ്പിച്ച സിലബസ് ആണോ ഇപ്പോൾ കർണാടകയിലും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും ഹിമാചൽ പ്രദേശിലും തെലങ്കാനയിലൊക്കെ ഉള്ളത്? അതൊക്കെ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലോ. അഭിലാഷ്, ഞാൻ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പോകാനുള്ള സമയം ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ NEPയെ സംബന്ധിച്ചോളം, NEPയുടെ ആശയങ്ങളെ സംബന്ധിച്ചോളം, NEP മുന്നോട്ട് വെക്കുന്ന പാഠ്യപദ്ധതിയെ സംബന്ധിച്ചോളം BJP ഒഴിച്ചുള്ള മുഴുവൻ കക്ഷികൾക്കും ഒരേ അഭിപ്രായമുള്ളത്. ഞാൻ രാജസ്ഥാനിലെ മറ്റു കാര്യങ്ങളിലേക്ക് ഇപ്പോൾ തൽക്കാലം കടക്കുന്നില്ല. അരുൺകുമാർ ഉദ്ദേശിച്ചത് വാളയാർ കടന്നാളുടെ നിലപാടാണ്. അരുൺകുമാർ, നിങ്ങളുടെ CPMന്റെ വെബ്സൈറ്റിലുള്ള നിലപാടാണോ നിങ്ങൾ പറയുന്നത്? CPMന്റെ വെബ്സൈറ്റിലുള്ള നിലപാടാണ്. CPMന്റെ വെബ്സൈറ്റിലെ NEPക്കെതിരെയുള്ള ആദ്യത്തെ പാരഗ്രാഫ് പറയാം, ദിസ് ഐഡിയോളജിക്കൽ ഡ്രൈവ് സീക്സ് കംപ്ലൈൻസ് ഓഫ് അവർ ചിൽഡ്രൻ ബൈ പ്രൊമോട്ടിംഗ് ഇർറാഷണാലിറ്റി in thought and action in place of rationality, promoting of obscurantism and unscientific thinking other than nurturing and strengthening scientific temper amongst our children. ഇത് ഈ ആർട്ടിക്കിളെങ്കിലും ആ വെബ്സൈറ്റിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് നിങ്ങൾക്ക് സംസാരിച്ചൂടെ? ഇതിപ്പോഴും വെബ്സൈറ്റ് കിടക്കല്ലേ? നിങ്ങൾ പോരാടുന്നത് അരുൺകുമാർ പറയുന്നു, പലതരത്തിലാണ് പറഞ്ഞത്. ഞാൻ പറയട്ടെ, അല്ല, അങ്ങ് സംസാരിച്ചപ്പോൾ ഞാൻ മിണ്ടായിരുന്നല്ലോ. അങ്ങ് പറയുന്നു NEPക്ക് വലിയ പ്രശ്നമുണ്ട്, ഞങ്ങൾ നടപ്പാക്കൂല. ശിവൻകുട്ടിയുടെ അഭിപ്രായം ഇതാണോ? അരുൺകുമാർ പറയേണ്ടത് ശിവൻകുട്ടിക്കാണ് മറുപടി പറയേണ്ടത്. NEPക്ക് എന്താ കുഴപ്പം എന്നുള്ള ശിവൻകുട്ടിയുടെ ചോദ്യത്തിന് അരുൺകുമാറിന് മറുപടി പറയാൻ കഴിയുമോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഈ പറയുന്നത് എല്ലാ വാദത്തിനു വേണ്ടി സമ്മതിക്കുന്നു, എല്ലാ വാദത്തിനു വേണ്ടി സമ്മതിക്കാം. പക്ഷെ എന്തിനായിരുന്നു ഈ ഒളിച്ചുകളി? എന്തിനായിരുന്നു ആ പാവം MABB? സത്യം പറഞ്ഞാൽ സഹതാപം തോന്നി. ആ ലിഫ്റ്റിന്റെ അടുത്ത് നിന്ന് എൻ്റെ നിസ്സഹായത കണ്ടില്ലേ, എൻ്റെ നിസ്സഹായതയാണ് ഈ നിൽക്കുന്നത് എന്ന് അദ്ദേഹം തമാശയും കാര്യവുമായിട്ട് അദ്ദേഹം പറഞ്ഞ സങ്കടം തോന്നി. കാരണം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി പോലും അറിയാതെ പത്രത്തിൽ നിന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യാണ്. എന്തിനായിരുന്നു ഈ തെറ്റിദ്ധരിപ്പിക്കൽ? എന്തിനായിരുന്നു ഈ ഒളിച്ചുകളി? CPI ഉൾപ്പെടെ ഇതിനകത്ത് യാതൊരു വിധത്തിലും അംഗീകരിക്കില്ല എന്ന് പറയുമ്പോഴും നിങ്ങൾക്ക് എന്തുകൊണ്ട് CPIയോട് പറയാൻ പറ്റില്ല? ഒപ്പിട്ട് പോയി. ഒക്ടോബർ 16 ഒപ്പിട്ടു. നിങ്ങൾ രാജസ്ഥാനൊക്കെ നിൽക്കട്ടെ, നിങ്ങൾ രാജസ്ഥാനിലും കർണാടകയിലൊക്കെ നിൽക്കട്ടെ, അതൊക്കെ നമ്മൾ കുറെ സംസാരിച്ചു. ഞാൻ ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ പോരെ? അരുൺകുമാർ എന്നോട് ഞാൻ എന്ത് പറയണം അരുൺകുമാർ തീരുമാനിക്കണ്ട, ഞാനത് പറയാം. അത് നോക്കൂ, ഇവിടെ എന്താ പ്രശ്നം? CPI CPIയുടെ മറുപടിക്ക് ചാനൽ ചർച്ചയിൽ മറുപടി കുറയാത്തത് നന്നായി. കാരണം പകരം ഒരു തെരുവിലിട്ടിട്ട് മുട്ടുകാലിനായി ഇടിക്കുന്നത് CPI. പാവം CPI കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനിടക്കാണ് ഇതോട് നടക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, CPI ഇത്രയും കാലം ഈ പിണറായിസത്തിന് മുന്നിൽ നിന്ന് നിവർന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരഭിപ്രായം പറയാമോ? ഒരഭിപ്രായം ഇപ്പോഴും പറയുന്നത് എന്താ? ഇപ്പോഴും കൃത്യമായ തീരുമാനം എടുക്കാൻ പറ്റിയില്ല. ADGPയുടെ RSSന്റെ നേതാവിനെ കണ്ട വിഷയത്തിൽ ഇല്ലേ, എന്തായിരുന്നു ഇവരുടെ നിലപാട്? അവസാനം എന്തു സംഭവിച്ചു? എല്ലാ കാര്യത്തിലും പിണറായിയോട് സന്ധി ചെയ്യുന്ന സമീപനമാണ് ഇവിടെ പ്രശ്നം. ഈ പാർട്ടിയുടെ ഈ മന്ത്രിസഭയുടെ കോട്ടുത്തരവാദിത്തം നഷ്ടപ്പെട്ടു. എന്ത് ഗവൺമെന്റ് എന്നാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ചോദിച്ചത്? ഈ ഗവൺമെന്റിന്റെ കൂട്ടുത്തരവാദിത്തം നഷ്ടപ്പെട്ടു. 10 വർഷം മുമ്പത്തെ അഭിലാഷ് നമ്മൾ തമ്മിലുള്ള ചർച്ചയിലാണെങ്കിൽ, അല്ലെങ്കിൽ അന്നത്തെ കേരള രാഷ്ട്രീയത്തിലാണെങ്കിൽ, കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ട ഒരു സർക്കാരിന് തുടരാൻ അവകാശമില്ല എന്നുള്ളതായിരിക്കും ഹെഡ്ലൈൻ.
ഈ പാർട്ടി മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് കൂട്ടുത്തരവാദിത്തം നഷ്ടപ്പെട്ട ഗവൺമെന്റാണ്. ആ കൂട്ടുത്തരവാദിത്തം നഷ്ടപ്പെട്ട ഗവൺമെന്റിന് നമ്മുടെ രാഷ്ട്രീയ മര്യാദകൾ വെച്ച്, രാഷ്ട്രീയ പ്രസിഡൻസ് വെച്ച് തുടരാൻ അർഹതയുണ്ടോ? മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറയുന്നതിന് തുല്യല്ലേ അത്? അപ്പൊ അത്ര വലിയ പ്രതിസന്ധി ഒളിച്ചു കടത്തിയത് എന്തിനാണ്? ആ ഒളിച്ചു കടത്തിയത് RSSന്റെ മുന്നിലുള്ള രാഷ്ട്രീയമായ കീഴടങ്ങലാണ്. മക്കളുടെയും തന്റെയും പേരുള്ള കേസ് തീർക്കുന്നതിന് വേണ്ടി RSSന്റെ മുന്നിൽ എന്നാലും ഈ 5 സംസ്ഥാനത്തിലേക്ക് കടക്കില്ല. കോൺഗ്രസ് ഭരിച്ച 5 സംസ്ഥാനത്തിലേക്ക് കടക്കില്ല. ശരി, അരുൺകുമാർ മറുപടി ഉണ്ടെങ്കിൽ പറയാം. നമുക്കൊരു ഇടവേളയിലേക്ക് പോകേണ്ട സമയമാകുന്നുണ്ട്. ഗവൺമെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ അല്ല എന്ത് ചോദിച്ചാലും ഗുജറാത്തിൽ, രാജസ്ഥാനിലേക്ക് കടക്കില്ല, ഛത്തീസ്ഗഡിലേക്ക് കടക്കില്ല, തെലങ്കാനയിലേക്ക് കടക്കില്ല, അതുപോലെ കർണാടകത്തിലേക്ക് കടക്കില്ല. അവിടെയൊക്കെ കോൺഗ്രസിന് എന്തു ആകാം. BRS ഗവൺമെന്റ് ഒപ്പിടാത്തത് വലിച്ചു കീറി കളഞ്ഞ് മന്ത്രിസഭ ചർച്ച ചെയ്ത് മന്ത്രിസഭയുടെ തീരുമാനത്തിൽ നടത്തിയിട്ടില്ല. ഇവിടെ മന്ത്രിസഭ മാറ്റിവെക്കാൻ തീരുമാനിച്ച വിഷയം പോലും ഏറ്റെടുത്ത് RSSന്റെ വീട്ടിൽ പോയി ഒളിസേവ ചെയ്ത വർഗീയവാദിയാണ് പിണറായി വിജയൻ. ആ വർഗീയവാദി കേരളത്തിന്റെ മതേതരത്തെ കൊലപാതകം ചെയ്ത ഏറ്റവും അവസാന മുന്നണി മര്യാദയൊന്നും നിങ്ങളിൽ നിന്ന് പഠിക്കില്ല. നിങ്ങൾ അവിടെ ഇരുന്നു ആജീവനാന്ത പ്രതിപക്ഷമായിട്ട്. അല്ല, അത് കാണാം. ആരാണ് വിളക്ക് വെക്കാൻ പോയത്? ആരാണ് വിളക്ക് വെക്കാൻ പോയത്? അറിയാം കൃത്യമായി. ശാഖയ്ക്ക് കാവൽ നിന്നത് ആരാണ്? കൃത്യമായിട്ട് അറിയാം. ശരി, അങ്ങനെ നമ്മൾ സംസാരിച്ചു പോയാൽ ഒന്നും ആവില്ലല്ലോ. ശാഖയ്ക്ക് കാവൽ വെക്കണ്ടേ? ശരി, ഓക്കെ, നമുക്ക് ആ തർക്കം വിടാം. ജിതിൻ ദേവ്, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇത്ര വിവാദമായി എന്നുള്ളത് കേന്ദ്ര സർക്കാരും കൂടി ആലോചിക്കേണ്ട കാര്യമാണല്ലോ. ആദ്യമായിട്ടല്ല ഒരു NEP വരുന്നത്. മുൻ സർക്കാരുകളുടെ കാലത്ത് NEP വന്നിട്ടുണ്ട്. അതിൽ കൊള്ളാവുന്നത് കൊള്ളുകയും തള്ളാവുന്നത് തള്ളുകയും ചെയ്തിട്ടുണ്ട് സംസ്ഥാന സർക്കാരുകൾ. പക്ഷെ അന്നൊന്നും ആരും ഫണ്ട് പിടിച്ചു വെച്ചില്ല. ഇപ്പോൾ ഓപ്പൺ യൂണിവേഴ്സിറ്റികൾ 1986 NEPയുടെ ഭാഗമായിരുന്നു. കേരളം അത് സ്വീകരിച്ചിരുന്നില്ല. ത്രിഭാഷാ പദ്ധതി കോത്താരി കമ്മീഷന്റെ റിപ്പോർട്ടിന് ശേഷം വന്ന NEPയുടെ 1960കളുടെ അവസാനത്തെ NEPയുടെ ശുപാർശയായിരുന്നു. കേരളം അത് സ്വീകരിച്ചു. തമിഴ്നാട് സ്വീകരിച്ചില്ലല്ലോ. തമിഴ്നാട് ഇപ്പോഴും ദ്വിഭാഷാ പോളിസിയിലാണ്. ത്രിഭാഷാ പോളിസി നമുക്ക് ഉണ്ട്, പക്ഷെ തമിഴ്നാട്ടിലില്ല, അവർ സ്വീകരിച്ചില്ല. നവോദയ വിദ്യാലയം 86 NEPയുടെ ഭാഗമായിട്ടായിരുന്നു. കേരളം അത് സ്വീകരിച്ചു, തമിഴ്നാട് സ്വീകരിച്ചില്ല. സംസ്ഥാനങ്ങൾക്ക് ആ കാര്യങ്ങളിലൊക്കെ വിവേചനാധികാരം ഉണ്ടായിരുന്നു. കൺകറന്റ് ലിസ്റ്റിലുള്ള ഒരു വിഷയമാണ് വിദ്യാഭ്യാസം. ആ തരത്തിലുള്ള സമീപനം ഒരു ഫെഡറൽ സംവിധാനത്തിൽ നിന്നുകൊണ്ട് കേന്ദ്ര സർക്കാർ, യൂണിയൻ സർക്കാർ, സംസ്ഥാന സർക്കാരുകളോട് കാണിച്ചിരുന്നു. ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ കാലത്ത് 2020 NEPയെ സംബന്ധിച്ച് ഇത് സംസ്ഥാനങ്ങളുടെ മുമ്പിൽ ഭീഷണിപ്പെടുത്തിയിട്ട് ഇത് നടപ്പാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് പൈസ തരില്ല എന്ന് പറഞ്ഞ് ഫെഡറൽ തത്വങ്ങളുടെ അന്തസത്തയെ പൂർണ്ണമായും ഹനിക്കുന്നത് കൊണ്ടാണല്ലോ ഈ പ്രശ്നമൊക്കെ ഉണ്ടാവുന്നത് സാർ. അഭിലാഷ്, ഞാൻ അങ്ങയുടെ ചോദ്യത്തിന് വളരെ പെട്ടെന്ന് തന്നെ വരാം. അതിനു മുമ്പ് ഇവിടെ കൃത്യമായി CPIയുടെ എതിർപ്പിന്റെ അടിസ്ഥാനം എന്താണെന്നുള്ളത് CPIയുടെ പ്രതിനിധിയുടെ വാദങ്ങളിൽ നിന്ന് കൃത്യമായിട്ട് ഇപ്പോൾ വ്യക്തമായി. CPI ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പറഞ്ഞ വിമർശനങ്ങളായാലും ഈ എതിർപ്പുകളായാലും ഞങ്ങളാണ് LDFിലെ വലിയേട്ട പാർട്ടി എന്ന് തെളിയിക്കാനുള്ള ശ്രമങ്ങളാണ് CPI നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് CPIയുടെ പ്രതിനിധിയുടെ വാദത്തിൽ നമുക്കത് വ്യക്തമാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും CPMന്റെ മന്ത്രിമാർ ചെയ്യേണ്ടുന്നത് ഏതെങ്കിലും കേന്ദ്ര പദ്ധതിയിൽ ഒപ്പിടുന്നതിന് മുമ്പ് MN സ്മാരകത്തിലെ പോയിട്ട് അവിടുത്തെ മഷിക്കുപ്പിയിൽ നിന്ന് മഷി നിറച്ചിട്ട് വേണം ഒപ്പിടാൻ എന്നാണ് മനസ്സിലാക്കണം എന്നുള്ളതാണ് എനിക്ക് CPMന്റെ മന്ത്രിമാരോട് ഒരു അഭ്യർത്ഥന നടത്താനുള്ളത്. അല്ലെങ്കിൽ ഇവരിങ്ങനെ CPI എതിർത്തുകൊണ്ടിരിക്കും. വലിയേട്ടം പാർട്ടി ഞങ്ങളാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി അഭിലാഷ് ചോദിച്ച ചോദ്യം, ആ ചോദ്യത്തിന്റെ ഉത്തരം രാജു P നായരുടെ മറുപടിയിൽ തന്നെയുണ്ട്. അങ്ങ് രാജു P നായരോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ NEPയെ എതിർക്കുന്നു എന്നുള്ളത്. NEPയെ എതിർക്കുന്നത് എന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അന്ധമായ BJP വിരോധം, അല്ലാതെ വേറൊരു മാർഗവുമില്ല. ശ്രീ അഭിലാഷ് മോഹൻ സൂചിപ്പിച്ചതുപോലെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയാണ്. അത് BJP, കോൺഗ്രസ്, ജനതാ പാർട്ടി, കമ്മ്യൂണിസ്റ്റ് ഒക്കെ ഉണ്ടോ? വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ എന്തിനാണ് പാർട്ടി? അവിടെയാണ് പ്രശ്നം. ഞങ്ങൾക്ക് അങ്ങനെ ഇല്ലതേ. ഇപ്പൊ തന്നെ അഭിലാഷനോട് വെച്ചില്ലേ, ഉദ്ധം സിംഗിനെ പറ്റി ചോദിച്ചില്ലേ, കമ്മ്യൂണിസ്റ്റ് ആണെന്നൊക്കെ അന്ന് പറഞ്ഞില്ലേ. സ്വാമി വിവേകാനന്ദൻ കമ്മ്യൂണിസ്റ്റ് ആവുന്ന കാലഘട്ടം ഞാൻ അംഗീകരിക്കുന്നു. ഉദ്ധം സിംഗ് കമ്മ്യൂണിസ്റ്റ് ആവട്ടെ, പഠിപ്പിക്കട്ടെ.
ഇവിടെ പ്രശ്നം എവിടെയാണ്? 68-ലെ കോത്താരി കമ്മീഷൻ ഈ പറഞ്ഞ പ്രീ ഡിഗ്രിയെ എടുത്തിട്ട് സ്കൂൾ വിദ്യാഭ്യാസത്തിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞതിന് ശേഷം എന്നാ കേരളം ചർച്ച ചെയ്തത് പ്രീ ഡിഗ്രി ബോർഡിനെ പറ്റി? TN ജേക്കബിന്റെ കാലഘട്ടം. ആദ്യം ജപ്പാൻ പാഠ്യപദ്ധതി പറഞ്ഞൊരു സാധനം കൊണ്ടുവരാൻ നോക്കി. അത് കഴിഞ്ഞപ്പോൾ പ്രീ ഡിഗ്രി ബോർഡ് കൊണ്ടുവന്നു. വലിയ വിമർശനങ്ങൾ ഉണ്ടായി. ഇവിടെ CPM, DYFI, SFI ഒക്കെ തെരുവിലിറങ്ങി. അതിനുശേഷം +2 ആയി. 97-ലോ 98-ലോ ആണ്. അതിനുശേഷം ഇവിടെ ഭയങ്കര മാർഗനിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും ഉണ്ടാക്കി +2 അനുവദിച്ചു തുടങ്ങി. PN ജോസഫിന്റെ കാലഘട്ടത്തിൽ 2000-ൽ വാരിക്കോരി കൊടുത്തു. വലിയ വിമർശനങ്ങളും അഴിമതിയും ആരോപിക്കപ്പെട്ടു. എത്ര വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഈ മാറ്റങ്ങൾ ഉണ്ടാവുന്നത്? അല്ലല്ല, എന്റെ ചോദ്യം അതല്ല. എന്റെ ചോദ്യം ദേശീയ തലത്തിൽ എഡ്യൂക്കേഷൻ പോളിസി പല ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ നടപ്പാക്കാവുന്നത് നടപ്പാക്കിയിട്ടും തള്ളിയിട്ടും എന്തിനാണ് ഫണ്ട് പിടിച്ചു വെച്ച് സംസ്ഥാനങ്ങളെ സംവിധാനത്തിന്റെ അന്തസത്തയെ ഹനിക്കും വിധം സംസ്ഥാനങ്ങളെ പ്രഷറൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഞാൻ അങ്ങയുടെ ചോദ്യത്തിലേക്കാണ് വരുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയം എന്തുകൊണ്ട് വിവാദമാകുന്നു എന്നുള്ളതാണ് അങ്ങയുടെ ഒന്നാമത്തെ ചോദ്യം. ദേശീയ വിദ്യാഭ്യാസ നയം വിവാദമാകുന്നത് വളച്ചൊടിക്കപ്പെട്ട ചരിത്രമല്ല പഠിക്കേണ്ടതുകൊണ്ടാണ്. ഒരു നെഹ്റു കുടുംബം മാത്രമല്ല ഈ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ പോരാടിയതെന്ന് പഠിപ്പിക്കേണ്ടി വരും. അവിടെയാണ് പ്രശ്നം. നെഹ്റു കുടുംബത്തിൽ മാത്രം ഒതുക്കി തീർത്ത ഈ സ്വാതന്ത്ര്യ സമരം അത് വലിയ വിശാലമായ ക്യാൻവാസിലേക്ക് പോകും. ഇന്ന് വരെ മറച്ചു വെച്ചിരുന്ന പല കാര്യങ്ങളും പല പേരുകളും പുറത്തേക്ക് വരും. യുദ്ധം പഠിക്കേണ്ടി വരും. ഡച്ചുകാർ പോകേണ്ടി വരും. രണ്ടാമത്തെ കാര്യം വിദ്യാഭ്യാസം കൺട്രോൾ ലിസ്റ്റിലുള്ള വിഷയമാണ്. അപ്പൊ സ്റ്റേറ്റ് ഫണ്ടഡ് സ്കൂളുകൾക്ക് സ്റ്റേറ്റ് സിലബസ് ആണ്. ആ കരിക്കുലം തീരുമാനിക്കുന്നത് സംസ്ഥാന സർക്കാരുകളാണ്. അതിപ്പോ കേരളത്തിലെ സർക്കാരെങ്കിൽ കേരളത്തിലെ സർക്കാർ, തമിഴ്നാട്ടിലെ സർക്കാരെങ്കിൽ തമിഴ്നാട്ടിലെ സർക്കാർ. അത് അങ്ങനെ തന്നെയാണ്. കരിക്കുലം തീരുമാനിക്കുന്നതും പാഠപുസ്തകം തീരുമാനിക്കുന്നതും സംസ്ഥാന സർക്കാരുകളാണെന്ന് നമ്മുടെ കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറി, കേന്ദ്ര സ്കൂൾ വിദ്യാഭ്യാസ സെക്രട്ടറി സഞ്ജയ് കുമാർ തന്നെ പറഞ്ഞതാണ്. അപ്പൊ പിന്നെ ഇവിടുത്തെ സ്റ്റേറ്റ് സിലബസിൽ നിങ്ങളുടെ കാര്യം പഠിപ്പിക്കുന്നു പറയാൻ എന്ത് കാര്യം? ഞങ്ങളുടെ കാര്യമാണോ അഭിലാഷ് മോഹൻ? അല്ല, സ്വാതന്ത്ര്യ സമരം ഞങ്ങളുടെ കാര്യമാണോ? വളച്ചൊടിക്കപ്പെട്ട ചരിത്രം ഞങ്ങളുടെ കാര്യമാണോ? നെഹ്റു കുടുംബത്തിലേക്ക് മാത്രം ഒതുക്കപ്പെട്ടത് ഞങ്ങളുടെ കാര്യമാണോ? 18-ാം നൂറ്റാണ്ടിലെ ഈ ഭാരതം എന്ന് പറയുന്നത് ഒരു മഹത്തായ രാജ്യമാണ്. 2015-ലാണെന്ന് തോന്നുന്നു. 2015-ൽ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ പോയിട്ട് ഡോക്ടർ തരൂർ നടത്തിയത് വലിയ ഒരു പ്രസംഗമുണ്ട്. അദ്ദേഹത്തിന്റെ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് ഓഫ് ഡാർക്ക്നെസ്. ഞങ്ങളുടെ കാര്യമാണോ? ജവഹർലാൽ നെഹ്റു ആണ് ഞങ്ങളുടെ കാര്യമാണോ? നിങ്ങൾ പറയൂ. പിന്നെ രാജു പി നായർ നിങ്ങൾ പറയൂ. നിങ്ങൾ എന്തിനാണ് NEP എതിർക്കുന്നത്? നിങ്ങൾ വാണിജ്യവൽക്കരണവും എതിർക്കപ്പെടുന്നതിന്റെ കാര്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ നിങ്ങൾ വെറുതെ രാഷ്ട്രീയം പറയാണ്. നിങ്ങൾ വന്നിരുന്നത് വെറുതെ രാഷ്ട്രീയം പറയാണ്. നിങ്ങളുമായിട്ട് ശ്രീ രാജു പി നായർ നിങ്ങളുമായിട്ട് രണ്ടാമത്തെ ദിവസമാണ് ഈ ചർച്ചയ്ക്ക് ഇരിക്കുന്നത്. നിങ്ങൾ പറയുന്നത് മൊത്തം രാഷ്ട്രീയമാണ്. നിങ്ങൾ വെറുതെ എന്തെങ്കിലും പറയുകയാണ്. നിങ്ങൾ തലയെ മുണ്ടിട്ട് പോയി ഇവിടുത്തെ കുട്ടികളുടെ ഭാവി വെച്ച് നിങ്ങൾ രാഷ്ട്രീയം കളിക്കുക. നിങ്ങൾ രാഷ്ട്രീയം കളിക്കുവാണെന്ന്. നിങ്ങൾ ഈ 40 ലക്ഷത്തോളം കുട്ടികളുടെ ഭാവി വെച്ച് രാഷ്ട്രീയം കളിക്കുക. നിങ്ങളാണ് മണ്ടത്തരം പറയുന്നത്. രാഷ്ട്രീയം കളിക്കുക. വെറുതെ വന്നിട്ട് നിങ്ങൾ രാഷ്ട്രീയം കളിക്കുക. നിങ്ങൾക്കത് പറയാനില്ല. ശരിയായ വസ്തുതകളും ഒക്കെയാണ് അത് തന്നെയാണ് പഠിപ്പിക്കേണ്ടത്. ശരിയായ ചരിത്രം, ശരിയായ വസ്തുതകൾ അത് അക്കാഡമിക് പരിസരത്ത് വേണം. രാഷ്ട്രീയ പരിസരത്ത് ആവരുത്. രാഷ്ട്രീയവൽക്കരിക്കരുത്, വക്രീകരിക്കരുത് ചരിത്രത്തെ. അപ്പോൾ ഇങ്ങനെയുള്ള ചർച്ചകൾ നടന്നാൽ ശരിക്കും ജനങ്ങൾ പേടിക്കും. നമ്മുടെയൊക്കെ പാഠ്യപദ്ധതി വല്ലാതെ വർഗീയവൽക്കരിക്കപ്പെട്ടു പോകുന്നു. അക്കാര്യത്തിലും ജാഗ്രത വേണം. വളരെ നന്ദി എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.